വേദഭാഗം വായിക്കപ്പെടുന്നു. ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങളുടെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവനവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാവുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പ് ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की महिमा हो. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വന്നു ചേരുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കാം. आज हम सुबह वहाँ पर एकत्रित होने के उद्देश्य को हम जानते हैं. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർ, സഹോദരങ്ങൾ, अच्चन, सहकर्मी और प्रभु के लोग, ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക. धन्यवाद के साथ में अपने हृदयों को तैयार करें. ഇന്നലെ രാത്രി നാം ഈ ആത്മീക ഉണർവിൻ്റെ ഫലങ്ങൾ എന്താണ്, യഥാർത്ഥമായ ആത്മീക ഉണർവ് എന്തായിരിക്കുമെന്ന് എഫേസ്യ ലേഖനത്തിൽ നാം ചിന്തിച്ചു. इफिसियों की पत्री से कल रात को हमने देखा था कि वास्तव में एक जागृति के लक्षण और उसके क्या क्या हैं, फल क्या हैं. ഇന്ന് നാം അത് ഒരു വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഉണർവിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. और आज मैं देखना चाहता हूँ, दिखाना चाहता हूँ कि व्यक्तिगत रूप से आत्मिक जागृति का मतलब क्या है. ആത്മീക ഉണർവ് എന്ന് പറയുന്നത് ശബ്ദകോലാഹലങ്ങളിലല്ല, ജീവിതത്തിൻ്റെ രൂപാന്തരത്തിലാണ് എന്ന് ഇന്നലെ നാം ചിന്തിച്ചു. कल हमने देखा था आत्मिक जागृति का मतलब शब्दों की अधिकता में नहीं है, व्यक्तिगत रूपांतरण में है. ഉണർവുണ്ടാകുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ ആരവാരങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ യാഥാർത്ഥ്യമാണ്. എങ്കിൽ തന്നെ അതല്ല ആത്മീക ഉണർവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള തെളിവ്. हाँ, आत्मिक जागृति में चमत्कार भी होता है, शब्दों भी की अधिकता भी होती है, लेकिन ये पूर्ण नहीं है. ഇന്ന് നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കാം. आइए हम एक व्यक्ति के जीवन की ओर आज नजर डालें. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. आज हम पतरस के जीवन की ओर अपनी नजर डालेंगे. ദൈവം ദേശവ്യാപകമായി ആത്മീക ഉണർവ് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ സമയത്താണ്. परमेश्वर अपने समय में ही चारों तरफ इस प्रकार की जागृति लाता है. നാം ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദേശവ്യാപകമായ ആത്മീക ഉണർവ്. हम सब लोग चाहते हैं कि हमारे संपूर्ण देश में आत्मिक जागृति पैदा हो. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. हम उसके लिए प्रार्थना भी करें. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ചെയ്യും. और जब प्रार्थना करते हैं परमेश्वर उसको करता है, എന്നാൽ അത് ദൈവത്തിൻ്റെ സമയത്തെ ചെയ്യും. लेकिन वो अपने समय पर करता है. കൊറിയയിൽ ദൈവം അതിശക്തമായ ആത്മീയ ഉണർവ് കൊണ്ടുവന്നു. हम जानते हैं कोरिया में परमेश्वर ने एक बहुत बड़ी आत्मिक जागृति पैदा വെയിൽസിൽ की. ദൈവം അതിശക്തമായ ആത്മീയ ഉണർവ്. वेल्स में भी इसी प्रकार जागृति पैदा हुई. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ട്രാവൻകൂർ, അതായത് ഈ നമ്മുടെ തെക്കൻ കേരളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ ആത്മീക ഉണർവിൻ്റെ വ്യാപാരം ഉണ്ടായി. और हम जानते हैं दक्षिण भारत में भी इसी प्रकार के ट्रावनकोर में भी एक आत्मिक जागृति का अनुभव. ഇതിനെക്കുറിച്ചൊക്കെ ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. इसके बारे में इतिहास ने बहुत कुछ लिखा है. എന്നാൽ ഇതൊക്കെ നടന്നത് ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള സമയം തൻ്റെ മുൻനിർണയത്തിലുണ്ടായിരുന്നു. ആ സമയത്താണ് നടന്നത്. लेकिन ये सब कुछ संभव हुआ जब परमेश्वर ने अपने निर्णय के अनुसार अपने समय में ये किया. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീക ഉണർവ് ഏത് സമയത്തും നടക്കും. लेकिन व्यक्तिगत जो जागृति है कभी भी किसी भी समय हो അത് सकता है. ദൈവത്തിന് ഈ ദിവസങ്ങളിൽ നമ്മളിൽ ചെയ്യാൻ കഴിയും. इन दिनों में प्रभु हमारे जीवन में करे. അതിന് ദൈവത്തിന് പ്രത്യേക സമയമൊന്നുമില്ല. उसके लिए कोई विशेष समय ആ नहीं है. വ്യക്തി എപ്പോൾ ഒരുങ്ങുന്നോ അപ്പോൾ ഉണർവിൻ്റെ അനുഭവം, പുതുക്കത്തിൻ്റെ അനുഭവം, റിന്യൂവലിൻ്റെ അനുഭവം ഉണ്ടാകും. जब एक व्यक्ति अपने आप को तैयार कर लेता है, निश्चित रूप से वह आत्मिक जागृत बन सकता है. ദാവീദിനെ നമുക്ക് 51-ാം സങ്കീർത്തനത്തിൽ കാണാം. 51वें भजन में हम दाऊद के जीवन में देख सकते हैं. ഉൽപ്പത്തി പുസ്തകം 32-ൽ നമുക്ക് യാക്കോബിനെ കാണാം. उत्पत्ति के 32वें अध्याय में हम याकूब के बारे में देख सकते हैं. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കം സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായി. यहाँ पर पतरस के जीवन में एक नयापन आ रहा है, उसको भी हम देख सकते हैं. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ആത്മീക ഉണർവിലേക്ക് നടത്തുന്നത് എന്താണ്, എന്തുകൊണ്ടാണ്
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാക്കാം. और उसको दिखा करके मैं ये दिखाना चाहता हूं कि क्यों हमारे व्यक्तिगत जीवन में इस प्रकार एक आत्मिक जागृति की आवश्यकता है. നമ്മുടെ വായിച്ച വേദഭാഗത്തിൻ്റെ ആരംഭ ഭാഗത്ത് आज जो वचन हमने पढ़ा उसके आरंभ में हमने देखा കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു. प्रभु अपने चेलों से बड़े प्रेम से दिल से बातें कर रहा है. അതിൻ്റെ 28ാമത്തെ വാക്യത്തിൽ उसके 28वीं आयत में അവരെക്കുറിച്ചൊരു നല്ല അഭിപ്രായം, നല്ലൊരു കമൻഡേഷൻ നമുക്ക് यहाँ पर देखते हैं एक अच्छी बड़ाई, एक प्रशंसा की बातें प्रभु करता है. നിങ്ങൾ എന്നോടുകൂടെ പരീക്ഷയിൽ നിലനിന്നവർ. तुम ही हो जो मेरे संकटों में मेरा साथ देते हो. അനുഗ്രഹിക്കപ്പെട്ട വാചകമാണ്. बहुत ही अनुग्रहित वचन है. എൻ്റെ പരീക്ഷയിൽ നിങ്ങൾ നിലനിന്നവരാണ്. तुमने मेरे संकटों में मेरा साथ दिया है. വാസ്തവത്തിൽ കേട്ട് നിന്ന് ശിഷ്യന്മാർക്ക് ഹൃദയത്തിനകത്ത് കുളിർമ കൊണ്ട് കാണും. मेरे ख्याल से सुनने वाले चेलों के मन का दिल ठंडा हो गया. അവരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടെ നിന്നവരാണ്. तुम मेरे साथ में खड़े थे. प्रभु ने ऐसा कहा. അതുമാത്രമല്ല, കർത്താവിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ പലതും ഉപേക്ഷിച്ചവരാണ്. और प्रभु के लिए उन्होंने कई बातों का त्याग भी किया था. അവരുടെ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ചും കർത്താവ് ഈ സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. उनके जीवन के भविष्य के बारे में भी प्रभु ने कुछ बातें यहाँ पर कही. 29-30 വാക്യങ്ങളിൽ यहाँ 29 और 30वीं आयत में നിങ്ങൾക്ക് രാജ്യം നിയമിച്ചു തരുന്നുവെന്ന്. एक तुम्हारे लिए एक राज्य ठहराया गया है. പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾക്ക് ലഭിക്കും. परमेश्वर ने जो राज्य तुम्हारे लिए तैयार किया है वो तुम्हें मिलेगा. വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾക്ക് ഒരു വാസ്തവത്തിൽ ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ടാകും, അവകാശം ഉണ്ടാകും. मतलब यह है कि आने वाले राज्य में तुम्हें भी एक उत्तराधिकार प्राप्त होगा. അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞു നിങ്ങൾ ആ കാലത്ത് അവനോട് കൂടെ വാഴും. और ऐसा ही नहीं, वो तुम्हारे साथ में निवास करेगा. അത് ഈ കർത്താവ് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട് 30ാമത്തെ വാക്യത്തിൽ. 30वें आयत में एक विशेष बात प्रभु ने അന്ന് कही है. എൻ്റെ മേശയിൽ നിന്ന് തിന്ന കുടിക്കുകയും ചെയ്യുക. तुम मेरे मेज में से खाओगे और पियोगे. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. एक बहुत ही अनुग्रहित संदेश हम वहाँ देख सकते हैं. കർത്താവിനോടുള്ള ഹൃദ്യമായ ഫെലോഷിപ്പിൽ നിത്യത. और परमेश्वर प्रभु के साथ में हृदय के साथ संबंध का एक शाश्वत एक अनुभव. അവസാനമായി കർത്താവ് 30ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇസ്രായേൽ ഗോത്രം 12നെയും നിങ്ങൾ ന്യായം വിധിക്കും. और 30वें आयत के अंतिम भाग में कहा, तुम सिंहासनों पर बैठकर इस्राएल के 12 कुलों का न्याय करो. സാധാരണക്കാരായ ഗലീലക്കാർക്ക് ഇതിൽ കൂടുതൽ ഒരു പ്രോസ്പെക്റ്റിന്റെ ആവശ്യമില്ല. साधारण से जीने वाले गलीलियों के लिए इससे बड़ी बात और कुछ नहीं हो അവരുടെ सकती. ജീവിതത്തെക്കുറിച്ചൊരു നല്ല കമന്റേഷൻ, उनके जीवन के लिए एक प्रशंसात्मक शब्द ഭാവിയെക്കുറിച്ച് വലിയ പ്രത്യാശ. और भविष्य के लिए भी बहुत बड़ी आशा. ചെറിയൊരു പ്രത്യാശയല്ല, छोटी आशा नहीं है, ശ്രേഷ്ഠകരമായ बहुत ही പ്രത്യാശ. श्रेष्ठ आशा प्रभु ने दी. ഇത് നിശ്ചയമായും പത്രോസിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. निश्चित रूप से पतरस के दिल में भी ये काम किया होगा. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം തന്നെ വിലയിരുത്തി കാണുമെന്ന് ഞാൻ ചിന്തിച്ചു. और उसने तो स्वयं अपने जीवन को भी आंक करके देखा होगा, मैं सोचता हूँ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതൊക്കെ അവന്റെ ഉള്ളിലേക്ക് അവൻ സംഗ്രഹിച്ചു. इसलिए जो कुछ भी प्रभु ने कहा उसने अपने हृदय के अंदर बैठा എന്നാൽ लिया. ഇത്രയും പറഞ്ഞതിന് ശേഷം കർത്താവ് പത്രോസിനോട് ഒരു കാര്യം പറഞ്ഞു. लेकिन इतना सब कुछ कहने के बाद पतरस से प्रभु ने कहा, പത്രോസേ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. शैतान ने तुम सब की मांग की है कि तुम्हें गेहूं की तरह എന്നാൽ फटके, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. लेकिन मैंने तुम्हारे लिए प्रार्थना അപ്പോൾ की. ഇത്ര മനോഹരമായിട്ടുള്ള പ്രോസ്പെക്റ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം കർത്താവ് പറയാണ്, Satan has asked permission to sift you. और इतने सब कुछ प्रशंसात्मक बातें कहने के बाद कहता है, शैतान ने तुमसे मांग की है, तुम सबकी मांग की है कि वो गेहूं की तरह फटके. അത് ഞാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. और परमेश्वर प्रभु ने ये नहीं कहा कि मैं इसकी अनुमति नहीं അങ്ങനെ दूंगा. പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. अगर ऐसा होता तो उसमें बहुत बड़ी सुरक्षा പത്രോസ് होती. ചോദിച്ചു, പക്ഷെ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല കേട്ടോ. और पतरस उसने मांगा, लेकिन मैं कभी भी इसकी अनुमति नहीं അങ്ങനെയല്ല दूंगा. കർത്താവ് പറഞ്ഞേ. ऐसा नहीं कहा प्रभु ने. ഞാൻ പ്രാർത്ഥിച്ചു, मैंने प्रार्थना की നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി कि പ്രാർത്ഥിച്ചു. तुम्हारा विश्वास नष्ट ना हो, इसलिए प्रार्थना की. അപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയ ആശയും ആഗ്രഹവും ഒക്കെ മനസ്സിൽ കൂടെ കടന്നു വരുമ്പോൾ
കർത്താവ് അവനെ വിലയിരുത്തുന്ന വേറെ രീതിയിലാണ്. जब जीवन के अंदर आशा और आग्रह की बढ़ोतरी होती है, परमेश्वर अपने एक अलग माप से उसको मापता है. ചിലപ്പോൾ ആത്മീകമായി നാം നന്നായിരിക്കുന്നു എന്ന നമ്മുടെ ഹൃദയത്തിൽ ചില ബോധം ഉണ്ടാകുമ്പോൾ जब हमारे हृदय के अंदर ही ऐसा लगता है कि हम आत्मिक रूप से सुरक्षित हैं, ദൈവം അങ്ങനെയല്ലായിരിക്കും ചിന്തിക്കുന്നത്. हो सकता है प्रभु ऐसा ना सोचे. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വാചകങ്ങൾ കേട്ടപ്പോൾ പത്രോസ് ചിന്തിച്ച് കാണും, ഐ എം ഡൂയിങ് പ്രിറ്റി വെൽ, നന്നായിരിക്കുന്നു എൻ്റെ इतने ജീവിതം. अच्छे शब्दों को सुनकर पतरस ने सोचा होगा कि बहुत अच्छा मैं എന്നാൽ कर रहा കർത്താവ് हूं. പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. लेकिन प्रभु ने कहा, मैं ऐसा नहीं सोचता. നിനക്കൊരു മാറ്റത്തിന്റെ ആവശ്യമുണ്ട്. तुम्हें एक बदलाहट की जरूरत है. എനിക്ക് നിന്നെക്കുറിച്ച് വലിയ പ്ലാൻ ഉണ്ട്. मेरे पास तुम्हारे लिए बड़ी ഈ योजनाएं हैं. വരുവാനുള്ള കാലത്ത് വാഴുന്നതിനെ കുറിച്ച് മാത്രമല്ല, ये आने वाले दिनों में राज्य की बातें ही नहीं. 32ാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ उसके 32वें आयत में हम इस प्रकार पढ़ते നിനക്ക് हैं, സഹോദരന്മാരെ ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയോടെ തരാൻ പോവാ. तुम्हें भाइयों को विश्वास में स्थिर करने की एक सेवा भी मैं सौंपने जा रहा ലോകത്തിൽ हूं. ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആത്മീക ശുശ്രൂഷയാണത്. इस संसार में मिलने वाली सबसे बड़ी एक आत्मिक सेवा है. അതായത് ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്താനും ജീവിതങ്ങളെ സ്വാധീനിക്കാനും നമുക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആത്മീക ശുശ്രൂഷ വേറെ ഇല്ല. और इससे बड़ी आत्मिक सेवा नहीं है जहां हम अपने भाइयों को, अपने सहकर्मियों को विश्वास में स्थिर रखें. പത്രോസിനോട് പറഞ്ഞു, നീ അത് ചെയ്യാനായിട്ട് പോവുകയാണ്. पतरस से प्रभु ने कहा, तुम यही करने जा रहे പത്രോസ് ഉടനെ മനസ്സിൽ കണ്ടു കാണും, हो. इसने अपने हृदय के ഓ अंदर ഐ ये എം റെഡി सोचा, കർത്താവ്, ഞാൻ അതിന് തയ്യാറാ. हे प्रभु मैं तैयार हूं, मैं करूंगा. അത് മാത്രമല്ല, केवल यही नहीं, ഇനിയും നിന്റെ കൂടെ തടവിലാകണമെങ്കിൽ अगर तेरे साथ कारागार में भी जाना हो, തോമസ് അപ്പസ്തോലൻ ഓടിപ്പോയാലും अगर भले ही थोमा भाग जाए, മറ്റുള്ളവരാരും കൂടെ നിന്നില്ലെങ്കിലും भले ही दूसरे लोग साथ में ना ഞാൻ खड़े हों, ഉണ്ടായിരിക്കും കേട്ടോ. प्रभु मैं आपके साथ में പിന്നെ रहूंगा. ആവശ്യമെന്ന് വന്നാൽ अगर जरूरत पड़ी ഞാൻ മരിക്കാനും തയ്യാറാണ്. मैं जान देने के लिए भी तैयार हूं. ഇതിൽ കൂടുതലൊരു സമർപ്പണം വേറെ ആവശ്യമില്ലല്ലോ. इससे बड़ा समर्पण क्या और किसी के पास है? കെസി കൺവെൻഷനിൽ ഇങ്ങനൊരു സമർപ്പണം വന്നാൽ अगर केसविक के इस सम्मेलन में इस प्रकार का समर्पण आ जाए, നമ്മളൊക്കെ പറയും, എന്തോ ഒരു അനുഗ്രഹമായിരുന്നു, हम ये कहेंगे कितना अनुग्रह था. കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പണം. प्रभु के लिए पूर्ण समर्पण. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ हम अपनी भाषा में अगर कहें, കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരാൻ റെഡിയാണ് കർത്താവ്. प्रभु के लिए कहीं भी कुछ भी करने के लिए हम तैयार हो जाए. കർത്താവ് പറഞ്ഞത് നല്ലതാ, प्रभु ने कहा, तूने कहा तो बहुत अच्छा പക്ഷെ है, നിന്നെ കൊണ്ട് ഇപ്പം നടക്കത്തില്ല. लेकिन तुझसे ये नहीं होगा. യു കാനോട്ട് ഡു ഇറ്റ്. तुम नहीं कर सकते. കർത്താവ് പറഞ്ഞു, പ്രഭു ने कहा, 32ാം വാക്യം നോക്കിയേ, उसके 32वें आयत को देखिए, നീ തിരിഞ്ഞു വന്നതിന് ശേഷം जब तुम मेरी ओर पलट करके आ जाओ. യു കാനോട്ട് ഡു ഇറ്റ് നൗ. अभी तुम नहीं कर सकते. ഇത് നടക്കണമെങ്കിൽ अगर इसका पूर्तिकरण होना है, വെൻ യു കം ബാക്ക്. जब तुम लौटो. അത് പത്രോസിനെ ഒരുപാട് ചിന്തിപ്പിച്ചു കാണും. पतरस इसके बारे में बहुत सोचा होगा. ഇത്രയും സമർപ്പണമുള്ള ഞാൻ എവിടുന്ന് മടങ്ങി വരാൻ? मैं इतना समर्पण है मेरा, कहां से मैं लौट करके ഞാൻ आऊं? കർത്താവിനോടുകൂടെ സഞ്ചരിക്കുന്നു. मैं प्रभु के साथ चलता हूं. എനിക്ക് എവിടാണ് ഒരു മാനസാന്തരത്തിന്റെ मुझे ആവശ്യം? एक रूपांतरण की जरूरत कहां पर है? ഇവിടെയാണ് ആത്മീയ ഉണർവിന്റെ ആവശ്യം. यहां पर आत्मिक जागृति की പലപ്പോഴും आवश्यकता है. നമ്മളെ ദൈവം ഉപയോഗിക്കാത്തതിന്റെ കാരണം हमें परमेश्वर कई बार उपयोग इसलिए नहीं करता, ദൈവത്തിന് പദ്ധതി ഇല്ലാഞ്ഞിട്ടല്ല. इसलिए नहीं कि परमेश्वर के पास ദൈവത്തിന് योजना नहीं. പദ്ധതിയുണ്ട്, उसके पास योजनाएं हैं, എന്നാൽ പദ്ധതിക്ക് വേണ്ടി നാം ഒരുങ്ങിയിട്ടില്ല. लेकिन उसके लिए हमने तैयारी नहीं അത് की. നമുക്കറിയത്തില്ലെന്നുള്ളതാണ് സങ്കടം. सबसे बड़ा दुख की बात है, हमें स्वयं ये नहीं मालूम. We think we are ready, हम सोचते हैं कि हम तैयार but हैं. God says not yet. प्रभु कहता है अभी तक नहीं. എന്ത് സംഭവിക്കണം? क्या होना है? മടങ്ങി വരണം, तुमको लौट कर നീ തിരിഞ്ഞു വരണം. तुमको पलटना है. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ अगर परमेश्वर के राज्य में उपयोगी सिद्ध होना है, നമുക്കൊരു പുതുക്കം ആവശ്യമാണ്. हमें एक नएपन की आवश्यकता ഈ है. യെശയ്യാ പ്രവചനം 49ന്റെ 2ാമത്തെ വാക്യത്തിൽ, यशायाह नबी की किताब 49ന്റെ 2ാമത്തെ വാക്യത്തിൽ उसका 49वें अध्याय में हम इस प्रकार യഹോവയുടെ पढ़ते हैं. ദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, परमेश्वर के दास के बारे में ऐसा लिखा है, എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, मेरे जीभ को तू एक औजार के समान എന്റെ समर्पित कर. കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു. प्रभु जी तूने मुझे छिपा करके रखा है. കൈയുടെ നിഴലിൽ ഒളിപ്പിക്കണമെങ്കിൽ अपने हाथों में छाया में अगर छिपाना യോദ്ധാവിന്റെ കൈയുടെ നിഴലിൽ റെഡി ആയിട്ടിരിക്കണമെങ്കിൽ है, मतलब अगर उस योद्धा के हाथों के तले आपको रहना है, മൂർച്ചയുള്ള വാളാകണം.
तुम्हें एक धारधारी तलवार അത് बनना। മാത്രമല്ല केवल यही नहीं, എന്നെ മിനുക്കിയ അമ്പാക്കി तुम मुझको एक तैयार करके എന്നെ പൂണിയിൽ തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. और के धार बना करके तुम मुझे अपने हम में छिपा करके रखे। അപ്പോൾ ഉപയോഗമുള്ള അമ്പാകണമെങ്കിൽ अगर आपको उपयोगी बाण बनना है, മിനുങ്ങിയ അമ്പാകണം. आपको चमकते हुए तैयार रहना है। an arrow that is ready. एक बाण जो हमेशा तैयार। ഇവിടെയാണ് നമുക്ക് പുതുക്കത്തിന്റെ ആവശ്യം. यहाँ पर हमको नएपन की आवश्यकता है। അപ്പോസ്തലനായ പത്രോസ് ചിന്തിച്ച് കാണും, पतरस ने शायद ये सोचा होगा, ഇത്രയും നാൾ കർത്താവിന്റെ കൂടെ നടന്നിട്ട് इतना सब कुछ प्रभु के साथ में എൻ്റെ चला। ആയുസ്സിൽ എനിക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി ചെലവിട്ടിട്ട് मैंने अपने जीवन में अपना सब कुछ प्रभु को समर्पित कर दिया है। എനിക്ക് എവിടെയാണ് ഒരു മാനസാന്തരത്തിന്റെ? मुझको रूपांतरण की जरूरत कहाँ पर है? നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ പോകുന്നതാണ്. हमारे दिल के अंदर से यही तो 40 വർഷമായി, 40 साल हो गए, 45 വർഷമായി 45 साल हो गए, കർത്താവിനെ സ്നേഹിക്കുന്നു, परमेश्वर से प्रेम करते हैं, കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, उसकी सेवा भी करते हैं, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. उसके लिए जीवन जीते हैं। എനിക്ക് എവിടെയാണ് ഇനിയും പുതുക്കം ആവശ്യം? मुझको नएपन की जरूरत कहाँ पर है? മറ്റുള്ളവർക്ക് പുതുക്കം ആവശ്യമാണെന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. दूसरों को मन परिवर्तन की जरूरत है, मैं जानता हूं, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കം ആവശ്യമാണെന്നുള്ളത് നമുക്കൊരു ബോധമില്ല. लेकिन मेरे स्वयं के जीवन में एक मन परिवर्तन की आवश्यकता है नहीं। നമ്മുടെ ഈ യോഗത്തിൽ हमारी सभा में ഈ ഒരു ബോധം വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. परमेश्वर हमें ऐसा ज्ञान दे कि हमें ये समझ में आए। നമ്മുടെ ജീവിതത്തിൽ പുതുക്കം ആവശ്യമായിട്ടുള്ള, തിരുത്തൽ ആവശ്യമായിട്ടുള്ള മേഖലകളുണ്ട് എന്ന് ബോധ്യപ്പെടാൻ കർത്താവ് സഹായിക്കട്ടെ. परमेश्वर हमारी मदद करे कि हमारे जीवन में ऐसे सुधरने की कई जगहें हैं, समझने की बुद्धि दे। പത്രോസിനോട് പറഞ്ഞു, നീ തിരിഞ്ഞു വന്നതിന് ശേഷം जब तू पलट करके आ जाए, വൈ റിന്യൂവൽ, तुम्हें जरूरत क्यों है? എന്തുകൊണ്ടാണ് ഈ പുതുക്കം അവന് ये ആവശ്യം? नयापन की जरूरत क्यों है? 4 അവന്റെ ജീവിതത്തിലുള്ള മേഖലകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ मैं ആഗ്രഹിക്കുന്നു. 4 विषयों के उसके व्यक्तिगत जीवन से दिखाना चाहता हूं। ഇല്ലാത്ത ഭക്തി ഉണ്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം, एक ऐसा स्वभाव जो भक्त नहीं है उसको दिखाने का അവന്റെ स्वभाव। വാക്കുകൾ എത്ര മനോഹര. उसके शब्द कितने खूबसूरत हैं। കർത്താവെ, നിന്നോടുകൂടെ തടവിലാകാൻ, हे प्रभु, तेरे साथ में मैं कारागृह में जाऊं, നിനക്ക് വേണ്ടി മരിക്കാൻ. आपके लिए मरना चाहता हूं। നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ടറിയാം, हम आगे वाक्यों में हम स्पष्ट അങ്ങനെ जानते हैं, ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. उसको ये जीवन वो ऐसा जीवन नहीं जी पाया। അപ്പോൾ യാഥാർത്ഥ്യം അതായിരുന്നു. लेकिन सच्चाई तो वही थी, പക്ഷേ വാക്കുകൊണ്ട് പറഞ്ഞത് വളരെ लेकिन വ്യത്യാസം. शब्दों कुछ और थे। കർത്താവെ, നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. हे प्रभु, आपके लिए मैं मरने को तैयार हूं। എന്നാൽ തക്ക സമയത്ത് തള്ളി പറഞ്ഞു. लेकिन सही जब नियत समय आया, അപ്പോൾ ഇല്ലാത്ത ഭക്തി ഉണ്ടെന്ന് പ്രകടിപ്പിച്ചു. लेकिन जो भक्त अंदर से जो भक्ति नहीं थी दिखाया। ഈ കാപട്യം എന്ന് പറയുന്നത് ये कपट का जो स्वभाव ദൈവമക്കളുടെ ജീവിതത്തിലും ഉള്ളൊരു കാര്യമാണ്. प्रभु के भक्तों के जीवन के अंदर भी है। എനിക്ക് തോന്നുന്നു ഈ കാപട്യം ഏറെ സ്വാധീനിക്കുന്നത് ഈ ഭക്തി ലോകത്തിലാണ്. मेरे ख्याल से कपट का स्वभाव जो है आत्मिक लोगों के अंदर सबसे ज्यादा है। ഈ ഇല്ലാത്തത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. जो नहीं है वही हम दिखाना चाहते हैं। അതുകൊണ്ടാണ് ഈ പ്രകടനങ്ങൾക്ക് നമ്മൾക്ക് പ്രാധാന്യം. इसीलिए प्रगटीकरण के लिए हम ज्यादा मूल्य देते हैं। പരീശന്മാര് ഭക്തന്മാരായിരുന്നു. फरीसी भक्त थे, അവർക്ക് പുറമേയുള്ള കാര്യങ്ങൾ മനോഹരമായിരിക്കണം. बाहरी बातों में बहुत ही सही काम करते थे। ആന്തരികമായിട്ടുള്ള മനോഭാവത്തെ കുറിച്ച് അവർ वो ചിന്തിക്കുന്നില്ല. आंतरिक मनोभाव के बारे में तनिक भी विचार नहीं करते थे। ഇവിടെയാണ് മതഭക്തിയും ആധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം. यहाँ पर हम जान सकते हैं किस प्रकार वास्तव में एक आत्मिकता और एक शारीरिकता। മതഭക്തി പുറമേ ഉള്ളവനെ മോടി പിടിപ്പിക്കുന്നതാണ്. एक केवल धार्मिकता जो है बाहरी भाग को കൂടുതൽ दिखाता है। ഭക്തരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഈ ഭക്തിയുടെ വേഷം. ये भक्ति का जो भेष धरते हैं, बाहरी रूप से अपने को सजा करके भक्त दिखाना അത് चाहते നമ്മൾ हैं। പല രീതിയിൽ നമ്മെ തന്നെ അണിയിക്കും. हम अपने आप को तैयार कर लेते हैं। ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ മറയ്ക്കാൻ പോലും ചിലപ്പോൾ ഭക്തിയുടെ ചില വേഷമാണ് ഇടുന്നത്. कई बार अपने जीवन की कमजोरियों को छिपाने के लिए भक्ति का भेष ലോകം നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനത കാണരുത്. जन संसार हमारे जीवन की कमजोरियों को न देखे, So we like to put on a religious front. और इसीलिए हम धार्मिक वस्त्रों का ആ धारण ഭക്തി करते हैं പ്രദർശിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യും. और उसको हम दिखाने की कोशिश भी करते हैं। ഇവിടെയാണ് പത്രോസിന് ഒരു രൂപാന്തരം ആവശ്യമായി. यहाँ पर पतरस, तुम्हें मन परिवर्तन की जरूरत है। റോബർട്ട് റെഡ്ഫോർഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട്
रोमन टेटफोर्ड नाम के एक व्यक्ति ने कहा, ഹോട്ടലിൽ വെച്ച് എലിവേറ്ററിൽ ഒരു സ്ത്രീ കണ്ടെത്തി. ഇദ്ദേഹം വലിയ പ്രസിദ്ധനായ മനുഷ്യനാണ്. ये एक बहुत ही प्रसिद्ध व्यक्ति है, एक महिला से मिल गए. അപ്പൊ അവർക്ക് അത്ര നിശ്ചയമല്ല അദ്ദേഹം തന്നെയാണോ എന്ന്. उनको ये नहीं मालूम था कि ये क्या यही व्यक्ति है. അപ്പോൾ എലിവേറ്ററെ വെച്ച് ചോദിച്ചു, एलिवेटर में जब चल रहे थे उन्होंने पूछा, ആർ യു മിസ്റ്റർ റോബർട്ട് റെഡ്ഫോർഡ്? आप क्या वही हैं जो रॉबर्ट, आपका नाम रॉबर्ट ही है ना? അദ്ദേഹം പറഞ്ഞു, उन्होंने कहा, വാസ്തവം പറഞ്ഞാൽ सच्चाई अगर बोलूं, ഞാൻ തനിയെ ഇരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ റോബർട്ട് റെഡ്ഫോർഡ് ആയി. जब मैं अकेले रहता हूं तभी ही रॉबर्ट रदरफोर्ड के ഐ रूप എം റോബർട്ട് റെഡ്ഫോർഡ് ഓൺലി വെൻ ഐ എം എലോൺ. में, जब मैं अकेले रहता हूं तभी ही रॉबर्ट रेडफोर्ड. അല്ലാത്ത സമയം उसके अलावा ഞാൻ ആ മനുഷ്യനേ അല്ല. मैं वो व्यक्ति ही नहीं हूं. പലതും ഞാൻ അണിയും, मैं कई जानता हूं, ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കും. मैं लोगों के सामने दिखाता हूं. നമ്മളും അങ്ങനെ തന്നെയാണ്. हम भी सब ऐसे ही हैं. വെൻ വി ആർ എലോൺ വി ആർ ദ റിയൽ മീ. हम जब अकेले हैं हम सच्चे वही हैं. പത്രോസിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ആവശ്യമായിരുന്നു. पतरस के जीवन में एक रूपांतरण की जरूरत थी. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, इसीलिए प्रभु ने कहा, നീ തിരിഞ്ഞു വരണം. तू लौट करके आ. 3 വർഷം കർത്താവിനോടുകൂടെ സഞ്ചരിച്ച യൂദായുടെ പാപം ഇതായിരുന്നു. यहूदा का पाप तो यही था जो 3 साल प्रभु के साथ था. ഒരു ശിഷ്യന്റെ വേഷം അണിഞ്ഞ് 3.5 വർഷം കർത്താവിൻ്റെ കൂടെയാണ്. एक शिष्य का वस्त्रों को धारण करके 3 साल प्रभु के साथ. ആന്തരികമായിട്ട് രൂപാന്തരം ഇല്ല. लेकिन आंतरिक रूप से मन परिवर्तन नहीं हुआ. അനന്യാസും സഫീറയുടെയും തോൽവി ഇവിടെയായിരുന്നു. अनन्यास और सफीरा का पराजय भी यहीं पर था. അവർക്ക് ശിഷ്യഗണത്തിൽ വേണം, वो अपने आप को शिष्य के रूप में रखना ദാനം चाहते थे. ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. वो दान धर्म करने वालों के बीच में रहता थे. എന്നാൽ യാഥാർത്ഥ്യമായി ഉള്ളിലില്ല. लेकिन सच्चाई हृदय के अंदर में नहीं है. നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലയിൽ കുറവുണ്ടോ എന്ന് ശോധന ചെയ്യണം. अपने जीवन में के अंदर झांक करके देखें कहीं कमजोर तो नहीं. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യം ഒറ്റിക്കൊടുക്കുന്നത് ഈ മേഖലയിലാണ്. क्योंकि हमारे मसीही जीवन की गवाही में पराजय यहीं पर है. നമ്മൾ എത്ര മറച്ചു വെച്ചാലും हम कितना भी उसको छिपा करके ചില रखें, സമയത്ത് നമ്മുടെ ആന്തരികമായിട്ടുള്ള യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരും. हमारा जो हृदय का जो सच्चा व्यक्ति है वो सामने आ जाता है. അവിടെയാണ് പുതുക്കത്തിന്റെ ആവശ്യം. वहां पर हमें रूपांतरण की जरूरत है. കർത്താവ് പറഞ്ഞു, പത്രോസേ, प्रभु ने कहा, हे पतरस, നിന്നെ കൊണ്ട് വലിയ ആവശ്യമുണ്ട്. तुझसे बहुत काम करवाना है. ബട്ട് യു നീഡ് ടു കം ബാക്ക്. നിനക്കൊരു ചേഞ്ച് ആവശ്യം, तुमको एक बदलाहट की നിനക്കൊരു जरूरत है. പുതുക്കം ആവശ്യമാണ്. तुम्हें एक नएपन की जरूरत है. രണ്ടാമത് അവന്റെ ജീവിതത്തിലെ ബലഹീനത, दूसरा उसके जीवन की कमजोरी को देखिए, അവന്റെ സ്വയ ആശ്രയം. अपने आप पर भरोसा. കർത്താവെ, നിന്നോട് കൂടെ തടവിൽ ആകാനും मैं तेरे साथ कारागृह में जाने, നിന്നോട് കൂടെ മരിക്കാനും आपके लिए मरने के लिए भी ഞാൻ തയ്യാർ. मैं तैयार हूं. സെൽഫ് കോൺഫിഡൻസ്. एक आत्मविश्वास. ഒരു വിശ്വാസി വീഴുന്നതിന് മുമ്പ് സംഭവിക്കുന്ന സ്വഭാവമാണ്. एक विश्वासी के जीवन में गिरावट होने के അതുകൊണ്ടാണ് पहले, അപ്പസ്തലൻ പറഞ്ഞത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ इसलिए സൂക്ഷിക്കണം. प्रभु के दास ने कहा, जो ये सोचता है कि मैं स्थिर हूं संभल जाए कि गिर न पाए. സ്വയ ആശ്രയം. अपने आत्म भरोसा. അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ സകലത്തിനും മതിയായവനാണ്. मैं सब में आपके लिए पर्याप्त हूं. പക്ഷേ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, एक बात और कहा, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. जो मुझे शक्ति प्रदान करता है. യെശയ്യാ 42:1 ये यशायाह 42 के 1 में യഹോവയുടെ ദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, यहोवा के दास के विषय में ऐसा लिखा है, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ये ऐसा दास है जिसकी मैं संभालता हूं. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, ये एक प्रभु के दास ने ऐसा कहा, പിശാച് സ്വയ ആശ്രയമുള്ളൊരു മനുഷ്യനെ കാണുന്ന മാത്രയിൽ जैसे ही शैतान एक व्यक्ति जो आत्म आश्रय पर रहता है देखता है, തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഒട്ടനെ മാർക്ക് ചെയ്യും. उसको तुरंत ही वो जान लेता है कि इसको मैं गिरा सकता हूं. സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തിയാൽ जैसे ही उसको शैतान को पता चलता है कि ये स्वयं पर आश्रित है, ഈസ് ആൻ ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ ഫെയിലിയർ. ये सही एक व्यक्ति है जिसको मैं पराजित कर सकता हूं. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ശോധന ചെയ്യണം. अपने अपने जीवन की ओर जरा परख करके देखें. അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, पौलुस ने ऐसा कहा, തന്റെ ശുശ്രൂഷയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ, अपनी सेवा के बारे में जब वो कहता है, ഇതിനൊക്കെയും ഞങ്ങൾ പ്രാപ്തരെന്നല്ല, इसके इन सभी के लिए हम योग्य नहीं हैं. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം. ये सब कुछ योग्यता प्रभु ഞങ്ങളുടെ का दान പ്രാപ്തി है. ദൈവത്തിന്റെ ദാനം. हमारी योग्यता प्रभु का दान है. Whenever you feel self-confident, जब आप अपने आत्मविश्वास बढ़ जाए, remember that failure is at your doorstep. याद रखें पराजय आपके द्वार पर खड़ा है. നമുക്ക് ഒന്നേ പറയാനുള്ളൂ,
हमें केवल एक ही बात कहनी है, പുരാതനായ ദൈവം എൻ്റെ സങ്കേതം, हमारा पूर्वजों का प्रभु हमारा കീഴെ बल അവന്റെ है, ശാശ്വതമുഖം, उसके नीचे उसके हाथ हैं, ഞാൻ നിൽക്കുന്നത് കൃപയാലാകും. मैं जो खड़ा हूँ केवल उसके നമ്മുടെ अनुग्रह നാവിൽ से। കൂടെയോ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ പോലുമോ हमारे हृदय की भाषा में कभी ऐसा ना हो, നമ്മിലുള്ള ആശ്രയം വരുവാനിടയാകട്ടെ. हमारा स्वयं पर भरोसा बढ़ने ना पाए। മൂന്നാമത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ तीसरा, उसके जीवन में जो घटा, ശിഷ്യൻ എന്ന പേരുണ്ടെങ്കിലും ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകൾ തന്റെ ജീവിതത്തിൽ പാലിച്ചില്ല. नाम तो शिष्य था लेकिन शिष्यों की जो कानून थे उसका पालन नहीं कर ചില पाया। വൃക്ഷങ്ങളൊക്കെ നോക്കുമ്പോൾ कुछ पेड़ों की ओर नजर डालें, നല്ല ഇലകൾ നിറഞ്ഞ വൃക്ഷമാണ്, वो हरे भरे बहुत नजर तो നമുക്ക് आते हैं, പെട്ടെന്ന് തോന്നുന്ന നല്ല ആരോഗ്യമുള്ളതാണ്. आपको ऐसा लगता है कि बहुत अच्छा है, പക്ഷെ കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു. लेकिन जैसे ही हवा चलती है नीचे गिर അടുത്ത് जाता എന്ന് നോക്കുമ്പോഴാണ് है। पास जाकर के देखिए അകത്ത് കുത്തലുണ്ടെന്ന് മനസ്സിലാകുന്നത്. अंदर खोखला है, വീണ് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. गिरने के बाद पता चलता है। അപ്പോൾ പുറമേ നിന്ന് നോക്കിയപ്പോ बाहर से जब हमने വളരെ देखा, ഭംഗിയായിരുന്നു, बहुत अच्छा था, ആന്തരികമായി അതില്ലായിരുന്നു. अंदर से खोखला था। പത്രോസിനെ ശിഷ്യന്മാരുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേരാ. पतरस का शिष्यों के सूची में पहला नाम था। എവരുടെയൊക്കെ അദ്ദേഹത്തിന്റെ പേര് ശിഷ്യന്മാരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, जहां कहीं भी शिष्यों की सूची दी गई है, പീറ്റർ ഈസ് നമ്പർ 1. पतरस का स्थान पहला है, അതാണ് അദ്ദേഹത്തിന്റെ പേര്. यही तो उसका नाम है। പക്ഷേ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥയോ, लेकिन शिष्यता का जो व्यवस्था में है, ഒന്ന് രണ്ട് മൂന്ന് കാര്യം നോക്കിക്കാട്ടെ. देखिए 2-3 बातें। ശിഷ്യന്മാര് സ്വന്തം ജീവനെ, അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെയും പകയ്ക്കുന്നില്ലെങ്കിൽ അവൻ എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. प्रभु यीशु मसीह ने अपने वचन के अंदर ऐसा कहा कि जो अपने माता पिता को मुझसे अधिक जानता है या मुझसे या अपने आप से घृणा नहीं करता, പത്രോസ് ശിഷ്യൻ എന്നാ പേര്. नाम तो शिष्य है। ആവശ്യകത വന്നപ്പോൾ जब जरूरत पड़ी തന്റെ സ്വന്തം ജീവനെ അദ്ദേഹം സംരക്ഷിച്ചു. उसने अपने जीवन को स्वयं संभाला। So he was a disciple outside, but in reality he was not this disciple. बाहर में लोगों के सामने चेला है लेकिन सच्चाई में दूर है। അതുമാത്രമല്ല, രണ്ടാമത് ശിഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് वो एक उसके बारे में जो आशा है, തന്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. मतलब क्रूस उठाकर मेरे पीछे जो नहीं चलता वो मेरा चेला नहीं बन सकता। അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. यही तो प्रभु चाहता है। ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യത്തിൽ അത് കാണാൻ കഴിയും. लूका 14 के 22 से आगे हम पढ़ करके इसको देख सकते हैं। എന്നാൽ മത്തായിയുടെ സുവിശേഷം 16 കർത്താവ് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞപ്പോ, लेकिन जब प्रभु यीशु मसीह ने मानव पुत्र क्रूस पर चढ़ाया जाएगा इन विषयों को कहा, ഈ ശിഷ്യന്റെ പ്രതികരണം എന്തായിരുന്നു അറിയാവോ? आप जानते हैं इसने क्या कहा? കർത്താവ് യാതരുത് കേട്ടോ, प्रभु ये नहीं होगा। ക്രോസ് ഈസ് നോട്ട് ഇൻ അവർ ലിസ്റ്റ്. प्रभु ये क्रूस जो है हमारे रास्ते पर नहीं है। അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ यीशु ने कहा अगर तुझे मेरा चेला ക്രൂസ് बनना है, എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. क्रूस उठाकर पीछे चल। പ്രതിസന്ധി വന്നപ്പോൾ പറഞ്ഞു, अब जब संकट सामने आया, അതെന്റെ ലിസ്റ്റിലുള്ളതല്ല. ये मेरी सूची में नहीं है। Lord, let this not happen to you. हे प्रभु ये तेरे जीवन में ना हो। മൂന്നാമത്തെ ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോൾ, जब तीसरी बात है जो यीशु ने चेलेपन की विषय में കലപ്പയ്ക്ക് सिखाया, കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. प्रभु ने कहा जो हल पर हाथ रखकर पीछे देखता है वो मेरे योग्य नहीं है। കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പുറകോട്ട് പോകാൻ പ്രേരണ കൊടുത്ത ആരാണെന്നറിയാമോ? आपको मालूम है यीशु की मृत्यु के बाद सबसे पहले पीछे हटने की प्रेरणा किसने दी? യോഹന്നാൻ 21:3. यूहन्ना 21:3। അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു, उसने चेलों से ये कहा ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. मैं मछली पकड़ने जा रहा हूँ। ശിഷ്യത്വത്തെക്കുറിച്ചൊക്കെ കേട്ടതാ, शिष्यत्व के बारे में बहुत कुछ सीखा था, എന്നാൽ ജീവിതത്തിൻ്റെ പ്രത്യേകമായ പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം ശിഷ്യത്വത്തിൽ നിന്ന് പിന്മാറി. जीवन के एक विशेष संकट से गुजरते समय वो चेलेपन से पीछे हट गया। ശിഷ്യത്വത്തിന്റെ ആ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത മനുഷ്യൻ, मतलब चेलेपन के उन व्यवस्था का पालन नहीं करना चाहिए, എന്നാൽ വാക്കുകളിൽ അതിഗംഭീരമായ സാക്ഷ്യമാണ്. लेकिन शब्दों में तो उसकी गवाही पुरजोर We है। don't feel that we are weak inside. हम कभी नहीं समझते कि हम अंदर से എനിക്ക് कमजोर हैं। തോന്നുന്നു ഇവിടെയാണ് എനിക്കും നിങ്ങൾക്കുമുള്ള പ്രതിസന്ധി. यहीं पर तो मुझको और आपका हमारा In संकट our है। words we sound a wonderful Christian. हम शब्दों में तो बहुत उत्तम मसीही माने जाते हैं, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ കാതലായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ പോകും. लेकिन मसीही जीवन में वास्तविकता कहीं परे है। ഇല്ലാത്തതുണ്ടെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന അനുഭവം, ऐसा अनुभव जो नहीं है उसको दिखाने की, സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനുഭവം, स्वयं पर
पर भरोसा करके जीने वाला जीवन। ശിഷ്യൻ എന്ന പേരുണ്ടെങ്കിലും ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥ പാലിക്കാത്ത മനുഷ്യൻ. नाम तो चेला है लेकिन चेलापन कहीं बहुत दूर है। നാലാമത് चौथा, യോഹന്നാൻ 18:10 यूहन्ना 18:10 में ഗെത്സമനയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം പുറത്തോട്ട് വരുമ്പോൾ जब प्रार्थना करके बाहर आ रहे थे, യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ചേവകരൊക്കെയും വന്നു, പടയാളികളൊക്കെ വന്നു. सैनिक अपने सेना के साथ में यीशु को गिरफ्तार करने आए। ആ സമയത്ത് उस समय പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. सिमोन पतरस के पास एक तलवार थी, उसने खींची और महापुरोहित के सेवक को कान काटा അവന്റെ കാത് അറുത്ത് കളഞ്ഞു. और उसके कान को काट दिया। ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. आपने ध्यान दिया है उस आयत पर? പത്രോസ് തനിക്കുള്ള വാൾ ഊരി अपने पास रखे हुए तलवार को खींचा, മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. महापुरोहित के दास का कान। അതായത് എതിർപ്പ് വന്നപ്പോ इसलिए जब हमारे सामने प्रतिरोध आ गया, ആദ്യത്തെ പ്രവണത सबसे पहला काम, എനിക്ക് പ്രതികാരം എടുക്കാനുള്ള പ്രവണത, मैं बदले की भावना, വാളെടുത്ത് വെട്ടുക. तलवार लेकर के मारना, സ്പിരിറ്റ് ഓഫ് റിവെഞ്ച്. एक बदले की आत्मा। വിശ്വാസിയാണെന്നാണ് അഭിമാനം, नाम तो विश्वासी है എന്നാൽ പ്രതികാര ചിന്ത കൊണ്ട് നിറയുക. लेकिन बदले की भावना से मन भरा हुआ है। ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. आत्मिक जीवन में हमारे अंदर भी ऐसा ही है। കൊച്ചു പ്രായത്തിലേ തുടങ്ങുമെന്നാ ഇത്. मेरे ख्याल से छोटे बचपन से ही ये चालू हो ഞാൻ जाता है। സാധാരണ പറയാറുള്ളൊരു കഥയുണ്ട്. मैं हमेशा एक कहानी कहता हूँ। അനുസരണക്കേടിന് ഒരു മോനെ ശിക്ഷിച്ചു. एक बच्चे को उसने गलती पर दंड दिया അപ്പോൾ गया। വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. जब लोग आए हैं, അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ നിന്നെ ശിക്ഷിക്കുകയാണ്. मैं मेहमान यहाँ खड़े हैं, तुम यहाँ से चले जा। അവനെ കൊണ്ടുപോയി ബെഡ്റൂമിലാക്കി വാതിലടച്ചു. उसको बिस्तर में बेडरूम में ले जा करके बंद कर दिया। ഇവിടെ വളരെ എല്ലാവരും കൂടി സന്തോഷിക്കുകയാണ്. यहाँ पर बाकी लोग तो बड़े आनंद के എന്നാൽ साथ അവൻ बैठे എന്തോ हैं। ചെയ്ത തെറ്റിന്റെ എന്റെ വെളിച്ചത്തിൽ അമ്മ ശിക്ഷിച്ച. लेकिन माँ ने उसको दंड दिया था क्योंकि उसने कुछ गलत काम किया। എല്ലാവരും പോയി കഴിഞ്ഞപ്പോ जब सब लोग चले गए, അമ്മ മുകളിൽ ചെന്നു. माँ ऊपर गई। എന്തുവാ നടക്കുന്നതെന്നറിയാം. वहाँ क्या हो रहा है? ഭിത്തി മുഴുവൻ തുപ്പി വെച്ചിരിക്കുക. पूरे दीवार में थूक से भर दिया। അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, जब उससे पूछा तो उसने कहा, ഞാൻ കൂടുതൽ തുപ്പൽ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. बोला मैं ज्यादा थूक का इंतजार कर रहा हूँ। ഐ എം വെയിറ്റിംഗ് ഫോർ മോർ സ്പിറ്റ് ടു കം. मैं यही इंतजार कर रहा हूँ कि ज्यादा थूकूं। അതായത് ഭിത്തി മുഴുവൻ തുപ്പിയിട്ട് തൃപ്തിയായിട്ടില്ല. मतलब पूरी दीवार में थूक भरने के बाद भी दिल भरा नहीं, വെയിറ്റിംഗ് ഫോർ മോർ സ്പിറ്റ് ടു കം. और भी थूकने का मन है। കുഞ്ഞിന്റെ ജീവിതം മാത്രമല്ല, बच्चों के ही जीवन में नहीं, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ जो ये कहते हैं कि विश्वास के गर्व करते हैं, വേദന വന്നു കഴിയുമ്പോൾ जब दिल में दर्द हो जाए പ്രതികരിക്കും. हम बदला लेते हैं। വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊത്തില്ലെങ്കിൽ बड़ी बड़ी बातें तो हम नहीं कहते, നാം ഇതുപോലെ മറ്റുള്ളവരെ ദൂഷിപ്പിക്കും. हम दूसरों के नाम की निंदा करते हैं। എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ, जो कुछ भी हम कर सकते വാക്കുകൾ കൊണ്ടായിരിക്കും, हैं, शब्दों से हो सकते എഴുത്തുകൾ കൊണ്ടായിരിക്കും, हैं, लेख लिख ഫോൺ कर, കോൾ കൊണ്ടായിരിക്കും. फोन कॉल से कर सकते We हैं। try to destroy. हम दूसरे को बर्बाद करना चाहते हैं। നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ? क्या मेरे जीवन में ये है? നമുക്കൊരു പുതുക്കം ആവശ്യമാണോ? हाँ, क्या मेरे को एक नए जीवन की जरूरत है? ഒരു പ്രഭു ഒരു പഴയ കാലത്ത് ഒരു പുരോഹിതനെ കല്ലുകൊണ്ട് എറിഞ്ഞു. एक बहुत पहले की समय की बात है, एक व्यक्ति एक पुरोहित के ऊपर पत्थर मारा। വേദനിച്ചു. दर्द तो हुआ। അദ്ദേഹം ആ കല്ല് എടുത്തു, उन्होंने उस पत्थर को उठाया, പോക്കറ്റിലിട്ടു, पॉकेट में डाल दिया। ഇട്ടിട്ട് പറഞ്ഞു, उसके बाद कहा, ടൈം വിൽ കം, समय आएगा, എനിക്കും സമയം കിട്ടും. मेरा भी समय आएगा। ആ കല്ലെടുത്ത് സൂക്ഷിച്ചു. उस पत्थर को संभाल ഈ के रखा। പ്രഭുവിന് എന്തോ ഒരു തൻ്റെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചു. और उस राजा के जीवन में एक पराजय हुई। എല്ലാവരും അവനെ പഴിച്ചു. सभी ने उसको दोष दिया, അവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. उसका स्थान नीचे ഒരു उतर गया। ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എറിയാൻ നല്ലൊരു സൗകര്യവും കിട്ടി. ये शासक जब सामने था तो पत्थर मारने का सही समय भी मिल गया। പോക്കറ്റിൽ എപ്പോഴും കല്ലുണ്ട്. उसकी जेब में अभी भी वो पत्थर सुरक्षित है। ആ കല്ലെടുത്തു, उसने पत्थर निकाला, എറിയാനായി കയ്യിലെടുത്തപ്പോൾ जैसे उसने हाथ में उठाया, അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോയി, उसके मन में एक वाक्य है, ടൈം ഫോർ റിവെഞ്ച് വിൽ നെവർ കം. बदले का समय फिर कभी नहीं आएगा। പ്രതികാരത്തിനുള്ള സമയം ഒരിക്കലും വരരുത്. आपके जीवन में ऐसे बदले का समय ना आए। പ്രതികാരത്തിനുള്ള സമയത്തിന് വേണ്ടിയാണ് ആ കല്ല് വെച്ചിരുന്നത്. बदले के लिए ही तो उसने वो पत्थर को संभाला था। കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ ഭക്തന്റെ മനസ്സിൽ കൂടെ പോയി, इस भक्त के मन के अंदर से वो गुजरा पत्थर हाथ में लेने के പ്രതികാരത്തിന്റെ സമയം ഒരിക്കലും വരത്തില്ല. बाद बदले का समय कभी नहीं आएगा।
നമ്മുടെ ജീവിതത്തെ ഇന്നൊന്ന് ശോധന ചെയ്യണം. मैं चाहता हूं कि हम अपने अपने जीवन को परख करके देखें. പ്രതികരിക്കുന്ന സ്വഭാവമുണ്ടോ? बदला लेने की भावना है दिल में? നമ്മെ വേദനിപ്പിച്ചവരെ വേദനിപ്പിക്കാനുള്ള പ്രവണത നമുക്കുണ്ടോ? जो हमें पीड़ा प्रदान करते हैं, क्या हम भी उनको उसी प्रकार बदला लेते हैं? വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും हो सकता है हम बड़ा बड़ा काम तो न करें, ചിലരെ നിസ്സഹകരണമാണ്, कई बार हम दूसरे के साथ सहयोग नहीं करते, പിന്നീട് അടുക്കത്തില്ല. फिर हम पास में नहीं आते. അതും ഒരു റിവഞ്ചാ. वो भी एक बदला है. അനേകരും ചിന്തിക്കും അത് റിവഞ്ച് അല്ലെന്ന്. कई लोग सोचते हैं वो बदला नहीं है. ദൈവത്തിന്റെ മുമ്പിൽ അതും പ്രതികാരമാണ്. परमेश्वर के सम्मुख ये भी बदले की भावना है. പ്രതികാരം എടുക്കാനുള്ള മനോഭാവം നമ്മിൽ നിന്ന് പോകണം. हमारे अंदर से बदले की भावना निकल जाए. ആ പട്ടക്കാരനേക്കാൾ ഒരു പടിയൂടെ മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. मेरे ख्याल से उस पुरोहित से एक कदम और आगे हमें बढ़ना है. കല്ലെടുത്ത് പോക്കറ്റിൽ ഇടുകയേ അരുത്. उस पत्थर को कभी भी अपने जेब में सुरक्षित न रखें, കാരണം ഞാൻ പ്രതികാരം ചെയ്യാനുള്ളവനല്ല. क्योंकि मेरा काम बदला लेना नहीं है. അതിനുള്ള സമയം ഒരിക്കലും വരത്തില്ല. उसके लिए समय कभी ना आने पाए. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാര് ഒരിക്കൽ സമരിയയിൽ കൂടെ പോകാൻ കർത്താവ് ആഗ്രഹിച്ചപ്പോൾ അതുവഴി കടന്നുപോയി. यीशु मसीह अपने सामरिया से गुजरते समय में वो चाहता था कि सब वहां से അപ്പോൾ गुजरे. സമരിയക്കാർ പറഞ്ഞു, ഇങ്ങോട്ടല്ലല്ലോ, നിങ്ങൾ യെരുശലേമിലേക്ക് പോവുകയല്ലയോ, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. तुम इधर ना आना, क्योंकि आप तो यरूशलेम जा रहे हैं ना. ഉടനെ ഇവർ വന്ന് കർത്താവിനോട് ചോദിച്ചു. इन्होंने आकर के यीशु से पूछा, ഞങ്ങൾ അതുവഴി പോയപ്പോൾ हम जब उधर से गुजर അവർ रहे थे, പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. उन्होंने कहा कि इधर से मत आओ. ലൂക്കോസ് 9 ആ ചരിത്രമുണ്ട്. लूका 9 में ये पूरा लिखा है. ഉടനെ അവർ കർത്താവിനോട് ചോദിച്ചു, उन्होंने तुरंत यीशु से पूछा, പണ്ട് ഏലിയാവ് ആകാശത്ത് നിന്ന് തീ ഇറക്കിയതുപോലെ जैसे एलिया ने आकाश से अग्नि को गिराया था, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, हम भी क्या दुआ कर തീ लें, ഇറങ്ങാൻ. आग उतर जाए. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ സ്വഭാവമുണ്ട്. हम सबों के जीवन में यही स्वभाव है. പീറ്റർ സെഡ്, ലോർഡ്, ഐ ആം റെഡി ടു ഡു എനിത്തിങ്. पतरस ने कहा, प्रभु मैं कुछ भी करने के लिए तैयार കർത്താവ് പറഞ്ഞു, യു ആർ നോട്ട് റെഡി. हूं. प्रभु ने कहा तुम तैयार नहीं हो. ഇതാണ് കർത്താവിന് ഇന്ന് രാവിലെ നമ്മോടും പറയാനുള്ളത്. आज की सुबह प्रभु ഒരുപക്ഷെ हमसे यही അനേക कहता है. വർഷങ്ങളായി കർത്താവിനെ അറിഞ്ഞവരായിരിക്കും, हो सकता है कि वर्षों से हमने प्रभु को जाना, കർത്താവിനെ സേവിക്കുന്നവരായിരിക്കും. हम सेवा करने वाले भी हैं, ജീവിതത്തിന്റെ മേഖലയിൽ കാപട്യം ഇന്നും മറഞ്ഞു നിൽക്കുന്നുണ്ടോ? लेकिन आज भी वो कपट का स्वभाव हमारे अंदर में मौजूद है. ഇല്ലാത്തതുണ്ടെന്ന് പറയുമോ? हम क्या ये दिखाते हैं कि जो हमारे अंदर ഇല്ലാത്ത नहीं है? കൃപാവരങ്ങൾ പ്രകടിപ്പിക്കുവോ? क्या जो ऐसे दान और वरदान हैं हम जो दिखाने के लिए करते हैं, ഇല്ലാത്ത ആത്മീയത മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമോ? जो आत्मिकता है ही नहीं, क्या हम उसका प्रदर्शन करते हैं? കർത്താവ് പറഞ്ഞു, അത് കാപട്യമാണ്. प्रभु ने कहा ये पाखंड है. സ്വയം ആശ്രയം നമ്മുടെ ജീവിതത്തിലുണ്ടോ? क्या हम स्वयं पर भरोसा करने वाले हैं? ആരെന്ത് വന്നാലും चाहे कुछ भी बोले, എനിക്കൊരിക്കലും വരത്തില്ല. मेरे जीवन में ये नहीं आएगा. അതൊരു വിധത്തിൽ അഹന്തയാണ്. ये वास्तव में ये गर्व है. ये കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. प्रभु हमसे बातचीत करता है. പ്രതികാരം ചെയ്യാനുള്ള താല്പര്യം നമ്മളിലുണ്ടോ? जब हमारे दिल में वो बदले की भावना है, കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. प्रभु हमसे बातचीत करता അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, है. इसलिए प्रभु ने उससे कहा, ഇതിൽ നിന്ന് പുറത്തു വരാൻ ഒരു വഴിയേ ഉള്ളൂ. इससे बाहर आने का एक ही उपाय है, നീ ഉടയണം. तुमको टूटना पड़ेगा. അതുകൊണ്ടാണ് इसलिए ഞാൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റപ്പെടുവാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നത്. और इसीलिए गेहूं की तरह फटकने के लिए मैं सौंप रहा हूं. God's way of reviving us is through brokenness. प्रभु हमें तोड़ करके ही जागृति पैदा करता है. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം. संसार इसको समझ नहीं सकता. ദൈവമക്കൾ പലപ്പോഴും ഓർക്കും, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ये कई बार प्रभु के लोग सोचते हैं हमारे जीवन में ऐसा क्यों हो रहा है. കാരണം വേണ്ട വിധത്തിലുള്ള തിരിച്ചുവരവും റിപ്പൻറ്റൻസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ अगर वास्तव में हमारे जीवन में पश्चाताप का ചില भाग आए, സാഹചര്യങ്ങൾ കൂടെ നമ്മളെ ഉടച്ചേലേ ഒക്കത്തുള്ളൂ. किसी परिस्थिति से हमें तोड़ करके ही प्रभु आगे നിരാശ വരുത്തുന്ന ചില സന്ദർഭങ്ങളായിരിക്കും. निराश करने की कुछ परिस्थितियां നമ്മുടെ हैं. ഹൃദയത്തെ ഉടയ്ക്കുകയാണ്. हमारे हृदय को तोड़ना है. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത പ്രതിസന്ധിയായിരിക്കും. कुछ ऐसी बातें हैं जो जीवन के अंदर कभी नहीं हो. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയുന്ന റിജക്റ്റ് ചെയ്യുന്ന അനുഭവമായിരിക്കും. कुछ लोग हमें तिरस्कृत कर देंगे, ऐसा समय भी आ നമുക്ക് അങ്ങോട്ട് सकता है. സഹിക്കാനൊക്കുന്നില്ല. हम सह नहीं पाते. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നഷ്ട
നഷ്ടമായിരിക്കും. कई बार जीवन के अंदर होने वाला बहुत बड़ा घाटा, God is allowing you to be sifted. क्योंकि परमेश्वर आपको फटकने के लिए എന്തിനു दे വേണ്ടി रहा നാം है, ഉടയപ്പെടുവാൻ? क्योंकि आपको टूटना है. നാം ഉടയപ്പെട്ടാരെങ്കിൽ മാത്രമേ जब तक हम टूटेंगे, जब हम टूटेंगे, ദൈവത്തിന് നമ്മെ രൂപപ്പെടുത്താൻ കഴിയും. क्योंकि तभी ही प्रभु हमें नया रूप മൈക്കൽ देगा. ഏഞ്ചലോ ഒരു വലിയ മാർബിൾ കഷണത്തെ കണ്ട് माइकल एंजेलो ने बहुत बड़े एक संगमरमर के टुकड़े അദ്ദേഹം को देखा. ഇപ്രകാരം പറഞ്ഞെന്നാണ് കേട്ടിട്ടുള്ളത്. ऐसा सुना है कि उन्होंने ऐसा कहा. അത് വലിയൊരു മാർബിൾ കട്ടയാണ്. वो तो बहुत बड़ा एक संगमरमर का അദ്ദേഹം पत्थर, അതിനെ നോക്കേച്ച് പറഞ്ഞു, उसको देख करके कहा, ഞാൻ ഇതിനകത്തൊരു മാലാഖയെ കാണുന്നു. मैंने इसके अंदर एक स्वर्गदूत को देखा. ഞാൻ ഇതിനകത്തൊരു മാലാഖയെ കാണുന്നു. इसके अंदर एक स्वर्गदूत को मैंने देखा है. ഒരു മാർബിൾ കട്ട മാത്രമേ ഉള്ളൂ. अभी तो केवल एक चट्टान है. പക്ഷെ മാലാഖ പുറത്തു വരണമെങ്കിൽ अगर इस दूत को बाहर आना है, അദ്ദേഹത്തിന്റെ ഉളി അതിന്റെ മേൽ പ്രവർത്തിക്കണം. इनकी हथौड़ी उस पर चलनी. ഒരു വിധത്തിൽ പറഞ്ഞാൽ एक तरह से अगर कहा जाए, മാലാഖ അല്ലാത്ത എല്ലാ ഭാഗങ്ങളും അതിനകത്തു നിന്ന് ചിപ്പ് ചെയ്ത് കളയണം. स्वर्गदूत के तुल्य जो भी भाग उसके अंदर मौजूद है काट के अलग कर. വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അനുവദിക്കുന്നത് परमेश्वर अपने जीवन के अंदर अपने लोगों के अंदर इसलिए देता है. ദൈവപുത്രന് അനുരൂപമല്ലാത്ത അനേക ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. प्रभु के समान जो समानता में नहीं है, ऐसे कई बातें അത് हमारे अंदर हैं. ചിപ്പ് ചെയ്ത് കളയാനാണ് उसको हथौड़ी से काट करके अलग ദൈവം करना. നമ്മെ ഈ വഴിയോടൊക്കെ അയക്കുന്നത്. प्रभु इसलिए हमें संकट से गुजरने അനേകരും देता है. ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? कई लोग सोचते हैं हमारे जीवन में ऐसा क्यों, എൻ്റെ ഭവനത്തിൽ ഇത് സംഭവിക്കുന്നത്? ये मेरे परिवार में क्यों, ഒരുപക്ഷേ നമ്മുടെ സഭയിൽ, നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ मेरे സംഭവിക്കും. कलीसिया में, मेरे विश्वासियों के बीच में क्यों हो എന്തുകൊണ്ട് रहा है? സഹോദരങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറും? क्यों मेरे भाई लोग मेरे साथ ऐसा व्यवहार करते हैं? God is making you. परमेश्वर आपको तैयार कर रहा है. കർത്താവിന് നമ്മെ ഉപയോഗിക്കണം. परमेश्वर अगर हमें उपयोग करना അതിനാണ് है, കർത്താവ് നമ്മെ രൂപപ്പെടുത്തുന്നത്. इसीलिए तो वो हमें एक नया रूप देना चाहता ദൈവം है. നമ്മെ ഈ വഴിയെ കൊണ്ടുപോകുന്നത് प्रभु हमें इस मार्ग से इसलिए चलाता है, നമ്മെ രൂപപ്പെടുത്തുവാനാണ്. हमें एक नया रूप दे करके. God breaks you. प्रभु तोड़ता है. എന്നാൽ അതിന് കീഴ്പ്പെട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. उसके सामने झुकना बहुत जरूरी है. പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം അവനെ ഉടച്ചത്, पतरस के जीवन में प्रभु ने जब उसको तोड़ा, അവന് ഏറെ ധൈര്യമുണ്ടെന്നും അവന് ഏറെ പ്രാഗൽഭ്യമുണ്ടെന്നും ചിന്തിച്ച മേഖലയിലാണ്. ऐसे समय में वो सोचता था जिस जगहों पर वो बहुत ही समर्थ है, ആര് നിന്നെ തള്ളി പറഞ്ഞാലും कोई भी अगर तुझको ठुकरा ഞാൻ दे, നിന്നെ തള്ളി പറയത്തില്ല. मैं तुझे कभी ठुकरा ആര് നിന്നെ ഉപേക്ഷിച്ചാലും कोई भी तुझको छोड़ ഞാൻ दे, നിന്നെ मैं ഉപേക്ഷിക്കത്തില്ല. तुझे कभी नहीं छोड़ूंगा. But God made him fail in that area. उसी जगह पर प्रभु ने उसको तोड़ा. നമുക്ക് കഴിവുണ്ടെന്ന് തോന്നുന്ന മേഖലയിൽ हम जहां पर भी अपने आप को योग्य समझते ദൈവം हैं, നമ്മെ തോൽക്കുവാൻ ചിലപ്പോൾ അനുവദിക്കും. प्रभु पराजय की अनुमति देता God है. will allow you to fail in the very place you feel confident. आप जहां पर अपने आप को आत्मविश्वास पर इतना भरोसा करते हैं, वहीं पर पराजय. ദൈവം അങ്ങനെ നമ്മളെ ഉടച്ചതിന്റെ കാരണം प्रभु का तोड़ने का कारण, കർത്താവിന് നമ്മെ രൂപപ്പെടുത്താനാണ്. परमेश्वर हमें एक नया रूप देना चाहता യിരെമ്യാ പ്രവാചകൻ കുശവന്റെ വീട്ടിൽ പോയപ്പോൾ है. यिर्मयाह जब उस कुम्हार के घर में गया, കുശവൻ പാത്രം ഉണ്ടാക്കുന്നത് കണ്ടു. उसने उस पात्र को बनाते हुए देखा. കയ്യിൽ പാത്രം ചീത്തയായി പോയി. एक बर्तन तो खराब हो गया. ആ പോട്ടർ തന്നെ, ആ കുശവൻ തന്നെ അതിനെ ഉടച്ചു. कुम्हार ने उसको तोड़ा. എന്തിനു വേണ്ടിയാണെന്നറിയാം? आप जानते हैं क्यों? താൻ ആഗ്രഹിക്കുന്നത് പോലെ അതിനെ രൂപപ്പെടുത്താൻ. जैसा वो चाहता था वैसा ही एक नया रूप उसके അപ്പോൾ अंदर. ദൈവത്തിൻ്റെ ആ ചക്രത്തിൻ്റെ മേൽ നാം മോൾഡ് ചെയ്യപ്പെടുമ്പോൾ, अगर उसके उस चक्र में अगर हम ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയി തീരാതെ വരുമ്പോൾ, जब प्रभु जैसा चाहता है वैसा हम जब नहीं बन पाते, ദൈവത്തിൻ്റെ കരം തന്നെ നമ്മെ ഉടയ്ക്കും. प्रभु का हाथ स्वयं हमें तोड़ देगा. കുശവന്റെ കരമാണ് ഉടയ്ക്കുന്നതെന്ന് ഓർത്ത് സ്തോത്രം ചെയ്തോണം. कुम्हार का हाथ हमें तोड़ रहा है, उसको याद करके प्रभु को ആ धन्यवाद. കരമാണ് ഉടയ്ക്കുന്നതെങ്കിൽ अगर उसके हाथों ने हमें तोड़ा है, ആ കരം നമ്മെ വാർത്തെടുക്കും. वो वही हाथ हमें फिर से बनाएगा. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം, कितना अनुग्रह की बात അവൻ है. ഉടഞ്ഞപ്പോഴും टूटने के बाद भी കർത്താവിൻ്റെ കരത്തിലായിരുന്നു. प्रभु के हाथों में ही था. ഉടഞ്ഞതിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. वही उस टूटे पात्र का उपयोग कर सकता है. പൊട്ടിയ കലത്തിൽ കൂടെയാണ് ഗിദെയോന്റെ പന്തത്തിന്റെ ആ വെളിച്ചം പുറത്തേക്ക് വന്നത്. आपको मालूम है उस गिदोन के हाथ में जो मशाल थी, टूटने के बाद ही प्रकाश बाहर आया. മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ കരത്തിൽ ഉടഞ്ഞ അപ്പക്കഷണങ്ങളാണ് 5000 പേർക്ക് പോഷണമായി തീർന്നത്. मरुभूमि के बीच में बैठ करके प्रभु के हाथों से टूटने वाली रोटी ही हजारों की भूख मिटा सकी. ക്രൂശിന്മേൽ തകർന്ന ശരീരമാണ് क्रूस पर शरीर जो टूटा,
നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. मेरे और आपके उद्धार का कारण बना. हालेलुया. പരീശന്റെ ഭവനത്തിൽ വന്ന ഉടച്ച വെങ്കൽ ഭരണിയിൽ നിന്നാണ് സൗരഭ്യം പുറത്തേക്ക് വന്നത്. फरीसी के घर में जो सुगंध का पात्र टूटा जब था, ഉടഞ്ഞതിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. टूटे का प्रभु उपयोग करता है. ഇന്നത്തെ ലോകത്തിൽ आज के संसार में വിശ്വാസ സമൂഹത്തിൽ विश्वासियों के समूह में ബ്രോക്കൺനെസ്, ഉടയുന്ന ഒരു അനുഭവം ഇല്ല. ये जो विदीर्णता की जो भावना പലപ്പോഴും नहीं നമ്മുടെ है, ജീവിതത്തിൽ അതില്ല. कई बार हमारे जीवन में ये नहीं है. അതിന്റെ കാരണം उसका कारण ये നമ്മുടെ ജീവിതത്തിലെ അഹന്തയാണ്. हमारे जीवन का अहंकार. ഇന്നലെ രാത്രിയും സുമ എന്നോടൊരു കാര്യം പറയും. कल रात को भी सुमा ने मुझसे एक बात कही. മുമ്പുണ്ടായിരുന്ന കെസി കൺവെൻഷനുകളിൽ इनके पहले जो केस्वी कन्वेंशन जो होता था, അനുതാപത്തിന്റെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. पश्चाताप का एक बहुत बड़ा माहौल यहाँ पे रहता था. ജീവിതത്തിന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യമാകുമ്പോൾ जीवन के जो कमजोरियों के बारे में കർത്താവിന്റെ കയ്യിൽ ഉടയാനുള്ള മനസ്സ് ദൈവജനത്തിനുണ്ടായിരുന്നു. लोगों के पास ऐसा मन था कि हम प्रभु के हाथों में टूटें. യഥാസ്ഥാനപ്പെടണമെങ്കിൽ, पुनः स्थापन में രൂപപ്പെടണമെങ്കിൽ अगर नया रूप चाहिए, നാം ഉടയാൻ അനുവദിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. हमें टूटना अनिवार्य है. अनुमति दीजिए. ഉടയുന്നതിനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഒക്കത്തുള്ളൂ. जो टूटता है उसी को प्रभु आशीष देता है. തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുക. टूटे और पिसे हुए दिल को प्रभु तू तुच्छ नहीं जानता. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. प्रभु की इच्छा तो यही है. ബ്രോക്കൺ ഹാർട്ട്. एक टूटा हुआ दिल. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ഉടച്ചിലുണ്ടാകുന്നോ, എപ്പോൾ ബ്രോക്കൺനെസ് ഉണ്ടാകുന്നോ, जब कभी हमारे जीवन के अंदर में അപ്പോഴേ टूटापन है, താഴ്മ ഉണ്ടാകത്തുള്ളൂ. तभी तो नम्रता आती है. ദൈവം താഴ്മയുള്ളവർക്കാണല്ലോ കൃപ പകരുന്നത്. क्योंकि नम्र लोगों को ही प्रभु जी आशीष देता है. എന്തുകൊണ്ടാണ് നമ്മൾ അനുദപിക്കാത്തെ? हम क्यों पश्चाताप नहीं करते? എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് മാപ്പ് അപേക്ഷിക്കാതെ? हम दूसरों से माफी क्यों नहीं मांगते? ദൈവത്തോട് തന്നെ അനുതാപത്തോടെ അടുത്തു വരാത്തതിന്റെ കാരണം हम प्रभु के सम्मुख ही पश्चाताप के भाव से नहीं आते, നമ്മുടെ ഹൃദയത്തിലുള്ള അഹന്തയാണ്. क्योंकि हमारा हृदय अहंकार से- ഇത് ഉടഞ്ഞെങ്കിൽ മാത്രമേ ये जब टूटेगा तब ही ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും. प्रभु हमें आशीष दे सकता है. പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം അവനെ പുതുക്കാൻ തീരുമാനിച്ചു. पतरस के जीवन में प्रभु ने चाहा कि वो नयापन उसके जीवन में आए. ദൈവം അവനെ ഉടച്ചു. प्रभु ने उसे तोड़ा. ഇവൻ റോബർട്ട്സ് എന്ന് പറയുന്ന മനുഷ്യനെയാണ് ദൈവം റിവൈവലിന് വേണ്ടി വെയിൽസിൽ ഉപയോഗിച്ചത്. इवान रॉबर्ट्स नाम के व्यक्ति को प्रभु ने जागृति के लिए वेल्स में उपयोग किया. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഞാൻ പറയാം. उनकी प्रार्थना मैं आपको बताऊं. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, उन्होंने ऐसा कहा, bend me lord, bend me until you break me. प्रभु जी मुझे इतना झुका तब जब तक मैं टूट न जाऊं. കർത്താവേ, നീ എന്നെ വളച്ച് നീ ഞാൻ ഒടിയുന്നത് വരെ വളയ്ക്കണം. हे प्रभु, जब तक मैं झुकते टूट न जाऊं तब तक मुझे झुकाते रहे. ഉടഞ്ഞ ജീവിതം, टूटा हुआ जीवन, തകർന്ന മനസ്സ്, पिसा हुआ मन, താഴ്മയുള്ള ജീവിതം. एक नम्र स्वभाव. താഴ്മയുള്ളിടത്തുനിന്നേ അനുതാപം ഉണ്ടാകത്തുള്ളൂ. एक नम्रता होगी तो ही हमारे मन में അനുതാപം पश्चाताप ഉള്ളിടത്തുനിന്നേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. आएगा. पश्चाताप होगा तो विश्वास बढ़ेगा. വിശ്വാസം ഉള്ളിടത്തുനിന്നേ യഥാസ്ഥാനം ഉണ്ടാകത്തുള്ളൂ. अगर विश्वास है तो हम पुनः स्थापित होंगे. പടികൾ ശ്രദ്ധിച്ചു ഞാൻ ചിന്തിക്കുന്നു. मैं आप उम्मीद करता हूं कि इन कदमों को आपने देखा. ഉടഞ്ഞെങ്കിലേ വിനയം ഉണ്ടാകത്തുള്ളൂ. टूटेंगे तो नम्रता आएगी. വിനയം ഉണ്ടെങ്കിലേ അനുതാപം ഉണ്ടാകത്തുള്ളൂ. अगर नम्रता आएगी तो हमें विश्वास होगा. അനുതാപം ഉണ്ടെങ്കിലേ വിശ്വാസം अगर ഉണ്ടാകത്തുള്ളൂ. पश्चाताप है तो विश्वास आएगा. വിശ്വാസം ഉണ്ടെങ്കിലേ യഥാസ്ഥാനം अगर ഉണ്ടാകത്തുള്ളൂ. विश्वास होगा तो हम पुनः स्थापित किए जाएंगे. आमीन. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും कितने दिनों से प्रार्थना करते हैं, വേണ്ടുമണ്ണമുള്ള പുതുക്കം വരുന്നില്ല. एक नयापन जीवन में नहीं है. അകത്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുന്നില്ല. अंदर में आग्रह है फिर भी नहीं അതിന്റെ हो കാരണം रहा. എന്താണെന്നറിയാമോ? उसका कारण ये है തെറ്റുകളെ കുറിച്ചും വീഴ്ചകളെ കുറിച്ചും തകരാനുള്ള മനസ്സ് നമുക്കില്ല. कि अपनी कमजोरियों को न समझने की हम नहीं समझते. നമ്മുടെ टूटने के लिए ഹൃദയം तैयार हैं. കഠിനമായി. हमारा हृदय कठोर हो चुका है. വിശ്വാസികളുടെ ഹൃദയം കഠിനപ്പെട്ടത് കൊണ്ടാണ് ആത്മീക ഉണർവ് നമ്മുടെ നടുവിലേക്ക് വരാത്തത്. विश्वासियों का हृदय कठोर हो चुका है, इसलिए आत्मिक जागृति. God's grace can restore everything. परमेश्वर का अनुग्रह हमें पुनः स्थापित कर ദൈവം सकता നമ്മെ है. യഥാസ്ഥാനപ്പെടുത്താൻ ഒരുക്കമുള്ളവരാണ്. प्रभु उसके लिए हमें पुनः स्थापित के लिए करने के लिए കർത്താവ് तैयार है. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. प्रभु ने पतरस के लिए दुआ की. 3-ാം പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ പത്രോസിനെ നോക്കി. तीसरी बार जब उसको ठुकराया तो प्रभु ने देखा. പത്രോസിനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ദൈവം. प्रभु ने कुछ बातें उसको स्मरण दिलाई. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയുടെ വഴികളാ. ये सब प्रभु का अनुग्रह का मार्ग है. അതിൽ കൂടെ വന്നപ്പോൾ അവൻ ഉടഞ്ഞു, उस അനുദപിച്ചു. मार्ग से जब आया तो वो टूटा और पश्चाताप किया. ലൂക്കോസ് 22:61 लूका 22 के
61वें आयत में നാം ഒരു വാചകം വായിക്കുന്നു. हम यहाँ पर एक वाक्य पढ़ते हैं। പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. पतरस बाहर जाकर फूट फूट कर रोने लगा। പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. पतरस बाहर जाकर फूट फूट कर रोने लगा। God's grace will save you परमेश्वर का अनुग्रह आपको बचा सकता है if you are willing to be broken. अगर आप टूटने के लिए तैयार हैं। आमीन। നമ്മളെല്ലാം വായിക്കുന്ന ഒരു പുസ്തകമാണ് മൈ അറ്റ്മോസ്റ്റ് ഫോർ ഹിസ് ഹയസ്റ്റ്. इस किताब को हम सब लोग पढ़ते हैं। അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡെയിലി ഡിവോഷനാണ്. एक हर दिन के डिवोशन के लिए पढ़ने लायक ഓസ്വാൾഡ് ചേംബേഴ്സ് എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയതാണ്. ऑसवाल्ड चेम्बर्स नाम के व्यक्ति ने इसको लिखा है। അത് വായിച്ചിട്ടുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. जिन्होंने इसको पढ़ा है बहुत आशीषित हुए हैं। എന്നാൽ അദ്ദേഹം ഒരു സ്ഥലത്ത് പട്ടക്കാരനായിരിക്കുമ്പോൾ वो जब वे एक जगह पर एक पुरोहित के रूप में काम करते थे, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അപവാദം ഉണ്ടായി. उनके जीवन में एक ऐसा लोगों ने दोष दिया। അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഒരു സ്ത്രീ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം ആരോപിച്ചു. उनके कलीसिया में एक महिला ने उनके बारे में कुछ गलत बातें फैला दी। അദ്ദേഹത്തിനുണ്ടായ ഏറെ വലിയ സങ്കടം उनको सबसे ज्यादा दुख तो ये हुआ। അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇടവക അല്ലെങ്കിൽ സഭ അവരെ വിശ്വസിച്ചു. उनको सबसे बड़ा दुख यह था कि उन पर लोगों ने विश्वास नहीं किया, उस महिला पर ज्यादा विश्वास किया। ആ മനുഷ്യൻ ഉടഞ്ഞു. वो व्यक्ति टूट गया। അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിച്ചു ദൈവത്തോട്. एक दिन उन्होंने प्रभु से दुआ की, ദൈവമേ, എൻ്റെ ഭാവി എവിടെയായിരിക്കും? हे प्रभु मेरा भविष्य क्या എൻ്റെ होगा? ശുശ്രൂഷ ഇനി ഉണ്ടാകുമോ? क्या मेरी सेवा आगे चलेगी? ദൈവം ആ മനുഷ്യനെ ഉടക്കിയായിരുന്നു. प्रभु उस व्यक्ति को तोड़ ഒരുപക്ഷെ रहा था। കഴിവുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹത്തിന്റെ അഹംഭാവത്തെ हो ഉടച്ചതായിരിക്കും. सकता है कि वो सोचता था मैं बड़ा योग्य व्यक्ति हूं, शायद അദ്ദേഹത്തിന്റെ टूटा। സ്വയം ആശ്രയത്തെ ഉടച്ചതായിരിക്കും. हो सकता है स्वयं पर भरोसे को तोड़ God दिया। was breaking him. परमेश्वर उसको तोड़ रहा था। ദൈവത്തിന്റെ കരത്തിൽ അവൻ ഉടഞ്ഞു വീണു. प्रभु के हाथों में टूट करके बिखर गया। ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിച്ചു. प्रभु ने उस व्यक्ति को आशीष दी। ബ്ലെസ്സഡ് മിനിസ്റ്ററായി അദ്ദേഹം. एक आशीषित सेवक बन गया बाद में। ഇതാണ് പത്രോസിനോട് പറഞ്ഞത്. यही तो पतरस से प्रभु ने कहा, പത്രോസേ, हे ഞാൻ നിന്നെ पतरस, ഉടയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं तुझको तोड़ना चाहता हूं। ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചരിത്രമാണ്. मैंने कई बार इसको कहा है। കൊറിയയിലെ ആത്മീയ ഉണർവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. आपने कोरिया के जागृति के എത്ര विषय में सुना, ശക്തമായിട്ടാണ് ദൈവസഭ വളർന്നത്. कितनी शक्ति से वहां की कलीसिया बढ़ी। അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് ജോനതൻ ഗോഫോർത്ത് എന്ന് പറയുന്ന മനുഷ്യനെയാണ്. जोनाफर गोफोर्थ नाम के व्यक्ति का उपयोग प्रभु ने किया। കാനഡയിൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായിരുന്നു. कनाडा में बहुत ही अच्छी सेवकाई चल रही थी അദ്ദേഹം മിഷനറി വിഷൻ ഉള്ളവനായി അദ്ദേഹത്തെ കൊറിയയിലേക്ക് അയച്ചു. और मिशनरी काम करने के लिए प्रभु ने उनको कोरिया भेज दिया। കൊറിയയിലെ മിഷന്റെ ഒരു ചുമതലയിൽ അദ്ദേഹം സൂപ്പറിൻറ്റൻഡന്റ് ആയി. और वहां पर एक मुख्य आसन उनको मिल गया। അദ്ദേഹത്തിന് ആ ദേശത്തെ കുറിച്ച് വലിയ ഭാരമുണ്ടായി. उस देश के प्रति बड़ा बोझ था उनके दिल में। അദ്ദേഹം ഫിന്നിയുടെ പുസ്തകം റിവൈവൽ എന്നുള്ള പുസ്തകം വായിക്കാൻ തുടങ്ങി. फिन्नी के रिवाइवल नाम की किताब को फिर से पढ़ने लगे। അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. उन्होंने प्रार्थना की, കർത്താവേ, ഫിന്നിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ हे प्रभु, फिन्नी की उस किताब में तो ऐसा लिखा है, ഞാൻ ഈ പ്രവർത്തിക്കുന്ന ഈ ദേശത്ത് जिस जगह में मैं सेवा में നീ हूं, ഒരു ആത്മീക ഉണർവിനെ അയക്കണം. प्रभु जी एक आत्मिक നീ ഒരു जागृति ആത്മീക भेज, ഉണർവിനെ. आत्मिक जागृति भेज। എന്നാൽ അദ്ദേഹം ആ പുസ്തകം വായിച്ചു വന്നപ്പോൾ और उसको पढ़ करके उन्होंने ഫിന്നി समझ लिया। അതിനകത്തൊരു വാചകം എഴുതിയിട്ടുണ്ട്. फिन्नी ने एक बात लिखी है, അദ്ദേഹം ഇപ്രകാരം എഴുതി, ऐसा लिखा है, പ്രാർത്ഥിക്കാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ जब तुम जागृति के लिए दुआ करते हो, ഉണർവിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ ഒരുങ്ങണം. तुम उनके कानून को मानने के लिए तुम व्यवस्था को मानने के लिए അതിനകത്ത് तैयार हो। പ്രത്യേകമായി മറ്റുള്ളവരോട് നിരക്കണമെന്ന് പറഞ്ഞു. उसके लिए विशेष करके दूसरों के साथ सही संबंधों को स्थापित करो। പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കുത്തി. तुरंत उनके हृदय में एक वेदना आई। അദ്ദേഹത്തിന്റെ കീഴിൽ വേല ചെയ്യുന്ന ഒരാൾ, उनके नीचे काम साथ में काम कर അവർ തമ്മിൽ അകന്നു. वे दूर हो गए थे। തമ്മിൽ സംസാരമില്ല, आपस में बातचीत नहीं ഇടപാടില്ല. करते, कोई संबंध नहीं था। ശുശ്രൂഷകളൊക്കെ നടക്കുന്നുണ്ട്, सेवा तो चल रही है, അദ്ദേഹം അതിന്റെ ചുമതല വഹിക്കുന്നുണ്ട്. वो व्यक्ति उसकी ആ जिम्मेदारी कर रहा है। ദൈവദാസൻ അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നിടത്ത് ശുശ്രൂഷിക്കുന്നുണ്ട്. वो दूसरा व्यक्ति भी सेवा में तैयार है, कर रहा है। അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ദേവദാസൻ പ്രാർത്ഥിക്കുന്നു. और ऐसे समय में इन्होंने ये प्रार्थना की। അപ്പോൾ ദൈവം പറഞ്ഞു, प्रभु ने कहा, ഞാൻ ഉണർവിനെ അയക്കാം, मैं जागृति भेजूंगा, നീ നിരപ്പ് പ്രാപിക്കുവോ? क्या तू जा करके अपने मेल करेगा? താഴോട്ട് ഇറങ്ങണം, नीचे उतरना पड़ेगा, സഹോദരന്റെ അടുത്ത് ചെല്ലണം, अपने भाई के पास जा, തെറ്റിപ്പോയെന്ന് പറയണം, उससे कहना कि गलती हो ക്ഷമിക്കണമെന്ന് गई, പറയണം. माफी मांगना। സൂപ്പറിൻറ്റൻഡന്റ് ആയിരിക്കുമ്പോൾ സാധിക്കുമോ? अध्यक्ष के रूप में रहने से क्या ये संभव है? അപ്പോൾ അദ്ദേഹം ദൈവത്തോടൊക്കെ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. तब उसने परमेश्वर से बातचीत करने കർത്താവ്, ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒന്ന് हे ചിന്തിച്ചു प्रभु, നോക്കി. आप जरा सोचिए ये ऐसा क्यों हुआ? അവന്റെ കുറവ് കൊണ്ടല്ലേ? ये उसकी कमजोरी थी। കർത്താവ് ഉടനെ പറഞ്ഞു, प्रभु ने कहा, നീ അല്ലേ പ്രാർത്ഥിച്ചേ? तूने तो प्रार्थना की യു थी ना? പ്രേഡ് ഫോർ റിവൈവൽ.
आपने जागृति के लिए दुआ की, നീ വ്യവസ്ഥ പാലിക്കണം. तुमको इस व्यवस्था का ഒരു पालन ദിവസം करना है। വെളുപ്പിനെ एक दिन सुबह അദ്ദേഹം ഭവനത്തിൽ നിന്ന് ഇറങ്ങി अपने घर से निकला, സഹോദരന്റെ വീട്ടിൽ ചെന്നു. अपने उस भाई के घर गया। വാതിലിൽ മുട്ടി. जब उसने दरवाजा वादिल खटखटाया, തുറന്നപ്പോ दरवाजा खटखटाया, ആ സഹോദരൻ അതിശയിച്ചു പോയി. वो बड़ा चकित हो गया। എൻ്റെ ഈ സൂപ്പറിൻറ്റൻഡന്റ് എൻ്റെ വീട്ടിൽ വന്നു. मेरा अध्यक्ष मेरे घर में कैसे आ रहा है? അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്, उन्होंने ऐसा पूछा, സർ വൈ ആർ യു ഹിയർ? आप यहाँ पर क्यों हैं साहब? സാറ് എന്തുകൊണ്ടാണ് ഇവിടെ आप വന്നത്? यहाँ क्यों आ गए? അദ്ദേഹം പറഞ്ഞു, ഞാൻ സാറല്ല, मैं सर नहीं हूँ, തെറ്റിപ്പോയ ഒരു സഹോദരനാണ്. मैं एक ऐसा भाई हूँ जिससे गलती हो गई। ഐ എം നോട്ട് സർ, मैं साहब नहीं हूँ, ഐ എം യുവർ ബ്രദർ मैं आपका भाई ഹു हूँ, ഹാസ് ഹർട്ട് യു. मैंने आपको घायल किया है। ക്ഷമ ചോദിച്ചു. माफी मांगी। ദിവസങ്ങൾക്കകം कुछ दिनों के भीतर ആത്മീക ഉണർവ് आत्मिक जागृति हो गई, കൊറിയയെ സ്വാധീനിച്ചു. पूरे कोरिया में हो गया ये। हालेलुया, प्रेज द लॉर्ड। അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? हम क्या चमत्कार के लिए दुआ कर रहे हैं? വർധനവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? क्या हम बढ़ोतरी के लिए दुआ कर रहे हैं? ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണോ? क्या हमारा आग्रह यही യു है? വാണ്ട് എ ബ്ലെസ്സിംഗ്? क्या आप आशीषित होना चाहते हैं? ബ്ലെസ്സിംഗ് വിൽ കം आशीष तो आएगी, ഓൺലി വെൻ യു ആർ ബ്രോക്കൺ. वो तभी होगा जब आप टूटने के लिए तैयार हैं। പല കാര്യങ്ങളും നമ്മൾ ഒഴികഴിവ് പറഞ്ഞ് हम कई बार कई बातें कहते हैं, ക്രമീകരിക്കാതെ ഇരിക്കുകയാണ്. हम सुधरने के लिए तैयार हैं। യഥാസ്ഥാനപ്പെട്ട മേഖലകൾ कई जगह हैं जहां में पुनर्स्थापन की जरूरत है। യഥാസ്ഥാനപ്പെടണം. वहीं सही स्थान पर आ जाएं। आमीन। നമ്മുടേതല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ जो हमारा नहीं है वो अगर मेरे पास में है, അത് വെച്ചോണ്ട് उसको हाथ में रखकर എത്ര പ്രാർത്ഥിച്ചാലും तुम कितनी भी दुआ ഒരു करो, അത്ഭുതവും നടക്കത്തില്ല. कोई चमत्कार ആരെ नहीं കൊണ്ട് होगा। പ്രാർത്ഥിച്ചാലും तुम किसी से भी और अद्भुत प्रार्थना നടക്കത്തില്ല. करवाओ, आज चमत्कार नहीं ഏത് होगा। ദൈവദാസനെ കൊണ്ടുവന്നാലും तुम किसी भी प्रभु के दास को ഒരു बुलाओ, അത്ഭുതവും നടക്കത്തില്ല. कुछ नहीं होगा। യഥാസ്ഥാനപ്പെടണം. पुनः स्थापित हो जाओ। ജീവിതത്തിൽ അവിശ്വസ്തത വന്നിട്ടുണ്ടോ? जीवन में अविश्वस्तता आई है क्या? ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടോ? क्या आपने दूसरों को दुख दिया है? പത്രോസേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, हे पतरस, मुझे तेरी പക്ഷെ നീ जरूरत है, തിരിച്ചു വരണം. लेकिन तुमको लौटना നീ जरूरी है। തിരിച്ചു വരണം. तुम लौट आओ। ദൈവത്തിന്റെ ആഗ്രഹം കൊണ്ട് प्रभु का आग्रह है। ദൈവം അവനെ ഉടയാൻ അനുവദിച്ചു, प्रभु ने उसको तोड़ने की अनुमति കരയാൻ दी, അനുവദിച്ചു. रोने को मजबूर किया। ഇന്ന് രാവിലെ കർത്താവിന് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, आज सुबह प्रभु को कहने के लिए നിങ്ങൾ एक ही മടങ്ങി बात है, വരണം. लौट आओ। ഗോഡ് വാണ്ട്സ് ടു ബ്രേക്ക് യു. प्रभु आपको तोड़ना चाहता है। ദൈവത്തിന്റെ കരത്തിൽ ഉടഞ്ഞാൽ अगर प्रभु के हाथ में हम टूट കർത്താവ് गए, മനോഹരമാക്കും. प्रभु उसको नया रूप ദൈവ देगा। കൃപയ്ക്ക് റിസ്റ്റോർ ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. प्रभु के हाथों में पुनः स्थापना के बिना कुछ भी नहीं है। ജീവിതത്തെ റിസ്റ്റോർ ചെയ്യാം. वो जीवन को पुनः स्थापित करेगा। നമ്മുടെ പേരോ, हमारे नाम को, നമുക്ക് നഷ്ടപ്പെട്ടു പോയ പേരിനെ തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് ആമേൻ. ദൈവം. हमारे नाम को जिसने बदनाम किया है, प्रभु को उसको सुनाम कर നഷ്ടപ്പെട്ടു देगा। പോയ ശുശ്രൂഷ മടക്കി തരാൻ കഴിവുള്ളവനാണ് ദൈവം. हमारी सेवकाई जो टूट गई थी उसको पुनः നഷ്ടപ്പെട്ട स्थापित कर- തേജസ് മടക്കി തരാൻ उस കഴിവുള്ളവനാണ് नई ദൈവം. महिमा को देने के लिए तैयार है। God हालेलुया। wants to bless you. प्रभु आपको आशीष देना चाहता है। Are you willing to come back? क्या हम लौटने के लिए तैयार हैं? ഉടയേണ്ടത് ഉടഞ്ഞാൽ, जो कुछ भी टूटना है, തകരേണ്ടത് തകർന്നാൽ जो कुछ भी टूटना है, ദൈവം അനുഗ്രഹിക്കും. प्रभु हमें आशीष देगा। ഇവിടെ നമ്മുടെ പപ്പായുടെ പടം വെച്ചിട്ടുണ്ട്. मेरे पिताजी की तस्वीर सामने ഈ रखी है। ശുശ്രൂഷയുടെ ആരംഭം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. यहाँ की सेवकाई को याद दिलाने के लिए ही है बस। അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ ദേശത്ത് ചെയ്യാൻ ദൈവം തൻ്റെ ദാസനെ സഹായിച്ചു. प्रभु के दास की प्रभु ने मदद की कि यहाँ पर सेवकाई कर सके। അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷക്കാരനായിരുന്നു. मैं जानता हूँ कि बहुत अच्छा वचन की घोषणा करते थे, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓററ്റോറിയൽ എബിലിറ്റി അന്നുണ്ടായിരുന്ന അനേകരെക്കാൾ ശ്രേഷ്ഠമായിരുന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. मिलने की ये कभी नहीं कहूँगा कि दूसरे लोगों से बहुत अच्छे प्रचारक थे। അദ്ദേഹം ശുശ്രൂഷിച്ചു, ബട്ട് ഹി വാസ് ഹി ഹാഡ് ഹിസ് ഓൺ ലിമിറ്റേഷൻ. वो सेवा करते थे लेकिन वो बड़े उनकी सीमा के अंदर, എന്നാൽ അദ്ദേഹത്തിൻ്റെ ദൈവഭക്തി, लेकिन उनका जो परमेश्वर के साथ भक्त വാക്ക് വിത്ത് ദ ലോർഡ്, प्रभु के साथ चलना വാസ് വെരി ഗുഡ്. बहुत ही अच्छा था। आमीन, हालेलुया। ഞാൻ എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. मैं जब 7वीं में पढ़ता था, ഞങ്ങൾ താമസിക്കുന്നത് നേരത്തെ താമസിച്ച റെന്റഡ് ഹൗസിൽ തീപ്പനിയിൽ. हम ये तीपनी जाम की जगह में किराए के मकान में रहते थे। രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ मैं सवेरे उठ करके जब मैं बाहर आया, വാതിൽ തുറന്നു കിടക്കുന്നു. दरवाजा खुला है। പുറത്ത് വന്നപ്പോൾ जब मैं बाहर आया,
പപ്പ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. मैंने देखा मेरे पिता किसी को गले लगाकर रो रहे हैं. വണ്ടി ഓടിക്കുന്ന അച്ചൻകുഞ്ഞിൻ്റെ കഴുത്തേലാണ് കെട്ടിപ്പിടിച്ച് जो ड्राइवर था उनका अचंगुंज उससे गले लगा करके रो തലേ रहे हैं. ദിവസം യോഗത്തിന് പോയപ്പോൾ उसके पहले दिन जब वो किसी सभा में गए थे, എന്തോ പറഞ്ഞു വേദനിപ്പിച്ചു. कुछ बातें उन ड्राइवर को कहकर उसके दिल को दुखा दिया. അതിരാവിലെ सबसे पहले വിളിച്ചു വരുത്തി सुबह उनको बुलाया, കെട്ടിപ്പിടിച്ച് उसको गले लगाया, കരഞ്ഞ് रोका, യഥാസ്ഥാനപ്പെട്ടു. पुनः स्थापन हो गया. എന്നാൽ ശുശ്രൂഷ നിൽക്കുന്നതിൻ്റെ കാരണം, सेवकाई के टिकने का कारण, അടിസ്ഥാനം അവിടെയാണ്. आधार यही है. आमीन. നമ്മുടെ ഭക്തിപ്രകടനങ്ങൾ കൊണ്ട് നിലനിൽക്കുന്നതൊന്നും ചെയ്യാനൊക്കത്തില്ല. अपने पाखंड से भक्ति दिखा करके हम कुछ नहीं कर सकते. വി ക്യാൻ ഷോ സംതിങ്. हम कुछ लोगों के सामने कुछ दिखा सकते എന്നാൽ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ, लेकिन अगर अनुग्रह आपके पास हो, ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ്, जीवन में एक लौटने का अनुभव, ഇതാണ് ഈ കെസി കൺവെൻഷനിൽ ആഗ്രഹിക്കുന്നത്. यही तो हम इस केस्वी कन्वेंशन से आशा रखते. മടങ്ങി വരിക, लौट आओ, യഥാസ്ഥാനപ്പെടുക, पुनः स्थापित हो जाओ, ജീവിതത്തിൽ ദൈവകൃപയിൽ മടങ്ങി വരിക. प्रभु के अनुग्रह की ओर लौट आओ. കർത്താവ് അതിന് തയ്യാറായി നിൽക്കുന്നു. प्रभु उसके लिए तैयार है. തലകളെ വണക്കിക്കാട്ട് പ്രാർത്ഥിക്കാം. सिर को झुकाएं, हम प्रार्थना करेंगे. പലപ്പോഴും നമുക്ക് പുറമേ ഒരു ഭാവമുണ്ടെങ്കിലും बाहर में हम दिखावा जरूर करते हैं, ആന്തരികമായി അനേക കാര്യങ്ങളിൽ നമുക്ക് ശൂന്യതയുണ്ട്. अंदर से हम अभी भी कुछ भी नहीं है. നാം പറയുന്നത് പോലുള്ള ഭക്തി നമ്മുടെ ഉള്ളിലില്ല. हम जैसा बोलते हैं वैसी भक्ति നാം हमारे अंदर नहीं है. ഭാവിക്കുന്നത് പോലെയുള്ള ഭക്തി നമ്മുടെ കയ്യിലില്ല. हम जैसा दिखावा करते हैं वैसा नहीं है. കർത്താവ് അത് കാണുന്നു. प्रभु हम पर नजर डाले हैं. കാപട്യം ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന കാര്യമല്ല. प्रभु के सामने पाखंड छिप नहीं सकता. ലോകത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നില്ലായിരിക്കും. लोगों के नजरों के सामने भी ना हो, ബട്ട് ഗോഡ് സീസ് ഇറ്റ്. लेकिन प्रभु देख रहा है. आमीन. हालेलुया. थैंक यू लॉर्ड. ബാബിലോണ്യ മേലങ്കിയും സ്വർണവും ഒക്കെ മറച്ചു വെച്ചതിന് ശേഷം ആഖാൻ ഏത് രീതിയിൽ ആരാധിച്ചാലും, आखान अगर कुछ भी अपने घर के अंदर छुपा करके कैसे भी आराधना करे, ദൈവത്തിന് ഹിതകരമല്ലാത്ത ശബദാർപ്പിതമായത് തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം, जो प्रभु के विरोध की बातें थी अपने तंबू में छुपा करके रखने के, ആഖാനെ നീ ഏതെല്ലാം ആരാധനയിൽ കൂടെ പോയാൽ तुम कितने भी आराधना कर लो हे आखान, ദൈവത്തിൻ്റെ നറുക്ക് നിന്റെ മേൽ വീഴും. तुम प्रभु तुम्हें देखेगा. കാപട്യം ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതല്ല. जो कपट का स्वभाव प्रभु की आंखों से छुपा नहीं है. ദൈവം പത്രോസിനോട് പറഞ്ഞു, प्रभु ने पतरस से कहा, പത്രോസേ, ഞാൻ നിന്നെ ഉടയ്ക്കാൻ ആഗ്രഹിക്കുന്നു. हे पतरस मैं तुझको फटकना നിന്റെ चाहता സ്വയ हूं. ആശ്രയം, तुम्हारा जो आश्रय है, നിന്റെ ശിഷ്യത്വത്തിലുള്ള വൈകല്യം, जो तुम्हारे पास कपट का स्वभाव है, പ്രതികാരം ചെയ്യാനുള്ള നിന്റെ വലിയ ആഗ്രഹം, तुम्हारे मन के अंदर बदले की जो भावना ഐ है, വാണ്ട് ടു ചേഞ്ച് യു. मैं तुझको बदलना चाहता हूं. കം ഹോം, കം ബാക്ക്. वो भवन लौटा, घर वापस आ जा. കർത്താവേ, എന്നെ ഉടയ്ക്കണേ, हे प्रभु तू मुझे तोड़, എന്നെ തകർക്കണേ, मुझे तोड़ बना, എന്നെ രൂപപ്പെടുത്തണേ, एक नया रूप में जे अंदर. നിന്റെ കരത്തിൽ അനുഗ്രഹമാക്കണേ. प्रभु अपने हाथों में आशीष का पात्र बना ഹല്ലേലൂയ. दे, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണേ. अपने अनुग्रह से भर दे. നിന്റെ ബ്ലെസ്സിങ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ കർത്താവേ. हे प्रभु आपकी आशीष हमारे जीवन में आ जाए. ഇന്ന് ചില തീരുമാനങ്ങൾ ഹൃദയത്തിലെടുക്കണം. अपने जीवन के अंदर कुछ निर्णय लेकर के जाए. അകന്നിരിക്കുന്ന വ്യക്തികളോട് ക്ഷമ ചോദിക്കണം. अगर आपके किसी से दूर हैं, क्षमा मांगे, लौटाएं. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ किसी को भी अगर आपने दुख दिया, ദൈവകൃപ വേണമോ, अब आपको प्रभु का अनुग्रह चाहिए, ആളുമായി നിരപ്പ് പ്രാപിക്കണം. उस व्यक्ति से मेल कर लें. यस लॉर्ड. അശുദ്ധമായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ अशुद्ध कुछ भी जीवन के अंदर अगर अशुद्धता है, ദൈവകൃപയ്ക്ക് വേണ്ടി അതിനെ വലിച്ചെറിയണം.
प्रभु की अनुग्रह से उसको दूर फेंक दें। ഒരുപക്ഷേ ഒരു പോഷനെ പോലെ തോന്നിയേക്കാം. हो सकता है दुनिया के सामने हम मूर्ख माने But जाएं, when God breaks you, लेकिन जब प्रभु आपको तोड़े, ഈ നല്ല കുശവന്റെ കയ്യിൽ ഒന്ന് ഉടഞ്ഞു വീണാട്ടെ, उस भले कुम्हार के हाथों में गिर जाएं, ആ കുശവൻ നിന്നെ മനോഹര രൂപിയാക്കും. वो प्रभु आपको एक नया रूप दे करके ആ खूबसूरत കരം बनाएगा। ഒരിക്കലും തോറ്റിട്ടില്ല. वो हाथ कभी पराजित नहीं हुए। ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. यही प्रभु हमारे बीच में है। हालेलुया। രാവിലെ സമയം आज की सुबह ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ഒരു പുതുക്കം പ്രാപിക്കാം. प्रभु के सामने हमारे जीवन में नया കർത്താവേ, बना ഞങ്ങളെ जाए। സന്ദർശിക്കണമേ. हे प्रभु, तू हमें എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണം. मुझे हृदय से बातचीत कर। പാട്ടിൻ്റെ ഒരു ശീല പാടുമ്പോൾ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുക്കണം. जब हम इस गीत को गाते हैं, अपने जीवन को प्रभु के हाथों में समर्पित വചനം കേട്ടു പോകുകയല്ല, करें। केवल सुन करके लौटे नहीं, വചനം ക്രിയ ചെയ്യണം. वचन हृदय में काम करे। പേഴ്സണൽ റിവൈവൽ ഈസ് പോസിബിൾ ടുഡേ. व्यक्तिगत जागृति आज संभव है। ഈ നിമിഷം സംഭവിക്കാൻ ദൈവത്തിനിടയാക്കാൻ കഴിയും. परमेश्वर इस क्षण में ये कर सकता है। കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. प्रभु आज हमारे बीच में है। നമ്മെ തന്നെ സമർപ്പിക്കാം. अपने आप को समर्पित करें। ഉടച്ചെന്നെ പണിയണമേ, അഴുക്കെല്ലാം അകറ്റിടണേ, രൂപഭാവം ഉടഞ്ഞിടട്ടെ, അങ്ങയെ ഇഷ്ടം നിറഞ്ഞിടട്ടെ. ഉടച്ചെന്നെ പണിയണമേ, അഴുക്കെല്ലാം അകറ്റിടണേ, ഉടഞ്ഞിടട്ടെ, അങ്ങയെ ഇഷ്ടം നിറഞ്ഞിടട്ടെ. ഇല്ലാതിൻ കയ്യിൽ തരുവാ സാധു ജീവനല്ലാതെ എന്നെ നീ വഹിക്കണമേ, യോഗ്യനാക്കി തീർക്കണമേ. ഇല്ലാതിൻ കയ്യിൽ തരുവാ സാധു ജീവനല്ലാതെ എന്നെ വഹിക്കണമേ.